താങ്ക് യു രാജേട്ടാ. പ്രിയമുള്ളവരെ, മദ്യാസക്തനാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എന്ന ഈ ഒരു ഫെലോഷിപ്പിന്റെ സാഹിത്യം അന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്, നമസ്കാരം. ഹായ് എല്ലാവർക്കും ഹായ്. വളരെ ഹായ്. എന്തായാലും ഇന്നും പറയാറുള്ള പോലെ തന്നെയാണ്, എല്ലാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും നടുവിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ സന്തോഷവും സുഖമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് അയാളുടെ പ്രോഗ്രാം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രാമേട്ടനോട് സൂചിപ്പിച്ചിരുന്നു, സെൽഫ് ലവ്. നമ്മളെ തന്നെ സ്നേഹിക്കുക, സ്വയം നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം, ഞാനെന്ന മദ്യാസക്തൻ സ്വയം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും അമിതമായിട്ട് മദ്യം കുടിക്കില്ലായിരുന്നു. ആദ്യം തലച്ചോറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതികരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില സുഖങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മദ്യം കുടിച്ചതിൻ്റെ ഫലമായിട്ട്. പക്ഷെ ആ സുഖമൊന്നും കുറച്ചു കാലം നിന്നു എന്നല്ലാതെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുടിച്ചിട്ട് ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ വരുന്നത്. അതിപ്പോൾ ഓർമ്മയില്ലായ്മ, എന്താ സംഭവിച്ചതെന്നറിയായ്മ, മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നം, ഇത്തരം കാര്യങ്ങൾ തൊട്ട് ശരീരത്തിനുണ്ടാവുന്ന പലവിധമായ ബുദ്ധിമുട്ടുകൾ, ഗാസ്ട്രിക് പ്രോബ്ലംസ്, പിറ്റേ ദിവസം പണിക്ക് പോകാൻ പറ്റായ്മ, വീക്കെൻഡിലാണ് അമിതമായിട്ട് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് വീക്കുകൾക്ക് മര്യാദയ്ക്ക് ജോലി എടുക്കാൻ പറ്റായ്മ, മരണഭയം, എന്തോ സംഭവിക്കുകയാണ്, പെട്ടെന്ന് ശ്വാസം മുട്ടാണെന്നുള്ള തോന്നലുകൾ, ഇതൊക്കെ കുടിച്ചു കിട്ടുന്നതിനേക്കാൾ അതിതീവ്രമായിട്ട് ഞാൻ ഈ ട്രാഫിക്കിലെ പാനിക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ട്രാഫിക്കിലൊക്കെ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം കാരണം ഇപ്പം മരിച്ചു പോകുമെന്ന തോന്നല് എനിക്ക് നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ എല്ലാ പാനിക്കുകളെയും എല്ലാ ഭയങ്ങളെയും മറികടന്നുകൊണ്ട് ഞാൻ വീണ്ടും കുടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ ശരീരത്തിന് ഓരോ തരത്തിലും കുഴപ്പമുണ്ടാവുന്നുണ്ട് എന്ന് എൻ്റെ അമിത മദ്യാസക്തിയുടെ ഓരോ തരത്തിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ബിഞ്ച് ഡ്രിങ്കിങ്, 6 മാസം കൂടുമ്പോൾ കുടിക്കുന്ന ബിഞ്ച് ഡ്രിങ്കിങ് ആയിരുന്നു ആ ലാസ്റ്റ് കാലത്തിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. 10 ദിവസം കുടിക്കും, പിന്നെ കുടിക്കാതിരിക്കും. അവസാന കാലത്താണ് ഇന്നും മദ്യം നമ്മുടെ ബില്ലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ആഡംബര വസ്തു അല്ലാണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മദ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വന്നത് എൻ്റെ മദ്യപാനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ്. പക്ഷെ അതിന് മുന്നേയൊക്കെ തന്നെ എൻ്റെ ശരീരത്തിന് ഭയങ്കരമായ ഹാംഫുള്ളാണെന്ന് എനിക്കറിയാം. ഞാൻ കഴിക്കുന്ന മരുന്നുകൾ, എൻ്റെ ഡയബറ്റിക്സ് അടക്കമുള്ള അസുഖങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ലീഫ്ലെറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ആ മരുന്ന് കഴിക്കുമ്പോൾ മദ്യം കുടിക്കരുത് എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ശരീരത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടായിരുന്നെങ്കിൽ, ഭയങ്കരമായി മരണത്തെ പേടിക്കുന്ന ആളാണ്. രാത്രി കടന്നുറങ്ങുമ്പോൾ മരിച്ചു പോകുമോ എന്ന് പറഞ്ഞ് ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ച് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. അത്ര ഭയമായ മരണത്തെ അന്ന്. അപ്പോൾ ആ മരണത്തെ ഭയമുള്ള ഞാൻ എൻ്റെ ജീവൻ രക്ഷാ മരുന്നുകളുടെ അതിൻ്റെ കൂട്ടത്തിൽ മദ്യത്തെ അതിനേക്കാളൊക്കെ പ്രിയമായിട്ട് എന്നെക്കാൾ ഞാൻ മദ്യത്തെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവുക അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തുക. ഞാനെന്ന വ്യക്തി, നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഇൻസിസ്റ്റ് ഉണ്ട്, ജന്മവാസന. നമ്മൾ സമൂഹത്തിൽ നന്നായിരിക്കണം, നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല രീതിയിൽ ഞാൻ നടക്കുന്നത്, മറ്റുള്ള ആളുകളുടെ മുന്നിലൊക്കെ അവൻ നല്ല രീതിയിൽ നമ്മളോട് പറയാറുണ്ട്. പണ്ടത്തെ പോലെയല്ല ഷേവൊക്കെ ചെയ്ത് നല്ല വസ്ത്രം. കാരണം ഇപ്പം മദ്യപിക്കുന്നില്ല. മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന കോലല്ല, ഇയാളായിരുന്നു മദ്യപിച്ച് നടന്നതെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. മദ്യപാനമൊക്കെ ഒരു ബിഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഡോക്ടറെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ ഹോസ്പിറ്റലിൽ വളരെ രൂക്ഷമായ അവസ്ഥയിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ ഇത് കയറ്റാനായിട്ട്, ഗ്ലൂക്കോസ് കയറ്റാൻ. അതേ ഞാൻ സ്യൂട്ടൊക്കെ ഇട്ട് ഷേവൊക്കെ ചെയ്ത് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇവന് ഈ ചങ്ങാതി ആയിരുന്നു അന്ന് വന്ന് എന്ന് ആ നേഴ്സുമാരും അവിടുത്തെ ഡോക്ടർമാരൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ മുന്നിൽ അപമാനിതനാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ പ്രസന്റ് ചെയ്യണം എന്നാണല്ലോ എനിക്ക് ആഗ്രഹം. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു കാരണം അതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അപമാനിതനാകും എന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ടും
സാധാരണ ഒരാൾക്ക് ഒരു സംഭവം ഉണ്ടായി, 2 സംഭവം ഉണ്ടായെങ്കിൽ ബോധ്യം ഉണ്ടാവും, ഇനി അങ്ങനെ ഉണ്ടാവരുത്, ഞാനത് മാറണം. ഇതല്ല, നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനാവുന്ന രീതിയിൽ കുടിച്ചു കടന്നു. പലപ്പോഴും കൂട്ടുകാർ വന്നു, സാമൂഹ്യ പ്രവർത്തകർ വന്നു, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കുടിയില്ലാത്തപ്പോഴാണ് ചിന്തിച്ച, കുടിക്കുമ്പോൾ ചിന്തിക്കുന്നില്ലല്ലോ. കുടി കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഈ പ്രശ്നം. അപ്പോൾ അത് ഞാൻ ആഗ്രഹിച്ചില്ല. എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജന്മവാസന കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനായി പെരുമാറരുത് എന്ന് പറഞ്ഞ് ഞാൻ കുടിക്കാതിരിക്കുമായിരുന്നു. മൂന്നാമതായിട്ട്, ഞാൻ ഈ കുടി നിർത്തുന്നതിനെ കുറിച്ചുള്ള നുണകൾ ഇങ്ങനെ പറയില്ല. പാലിക്കാൻ പറ്റാത്ത, ഇതാ ലാസ്റ്റ് പെഗ്ഗ, ഇന്നും കൂടി കുടിക്കുകയുള്ളൂ, നാളെ മുതൽ കുടിക്കില്ല. പല രീതിയിൽ ഞാൻ കുറച്ച് ബീറ കഴിച്ച് അവിടുന്ന് കഴിച്ചു. പലപ്പോഴും തലേ ദിവസം അമിതമായി അടിച്ച് ഓർമ്മയില്ലാതെ കടന്നുറങ്ങി പിറ്റേ ദിവസം സാധനം മേടിച്ചിട്ട്, ഷാർജയിലെ ഫ്ലാറ്റിലുള്ള ആളുകൾക്കറിയാം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ഫയറിന്റെ സാധനം വെക്കുന്നതിൻ്റെ അവിടെ ഒരു റൂം ഉണ്ടായിരിക്കും, അതിൽ ഒളിപ്പിച്ചു വെക്കും. അപ്പോൾ ഫയറിന്റെ വെള്ളം വരാനായിട്ട് ചുവന്ന നിറത്തിലുള്ള ഒരു കമ്പിയുണ്ട്, പല ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുക. നാത്തൂർ കാണാനും പാടില്ല. നാത്തൂർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ഉണ്ട് അടിയിൽ. അപ്പൊ നടക്കാനായി പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ കിടിച്ചിട്ട് പറയും, നടന്നു വരുമ്പോൾ ഏമ്പക്കം ഉണ്ടായി, അതിന്ന് ഗ്യാസ് പുറത്തു വന്നതാണ് എന്ന് നുണ പറയുമായിരുന്നു. എന്തിന്? ഷാർജയിലെ സുലേഖ ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പറയുകയാണ്, സാർ എനിക്ക് വിചിത്രമായ, ഭാര്യയുടെ ഒപ്പം പോയിട്ട് ഞാൻ അവിടെ പോയി, വിചിത്രമായൊരു രോഗത്തിന്റെ അടിമയാണ്, ഏമ്പക്കം വരുമ്പോൾ എനിക്ക് ആൽക്കഹോൾ പുറത്തേക്ക് വരുന്നു. നല്ല ഡോക്ടർ ഒരു വല്ലാത്ത തോട്ടം നോക്കിയിട്ടുണ്ട് എൻ്റെ. ആ മദ്യം എന്നെ കൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് ആ രീതിയിൽ നുണ പറയിക്കുക. ഭാര്യ എക്സ് വൈഫാണ്, അവര് ഫാർമസിസ്റ്റ് ആണ്, അവര് പോലും അതെ സാർ ഇയാൾക്ക് ഈ രീതിയിൽ ഗ്യാസ് വരുമ്പോൾ ആൽക്കഹോൾ പുറത്തേക്ക് വരുന്നു. നിങ്ങൾ ആലോചിക്കണം ഏത് രീതിയിൽ മറ്റുള്ളവരെ, ഇതാരാണ്, ആ ഡോക്ടർ ആരാണ്, അയാളിങ്ങനെ നിങ്ങൾ പോയിക്കോ എന്ന രീതിയിൽ അയാൾ പറഞ്ഞു. എന്തോ അയാളൊരു മലയാളിയാണെങ്കിൽ ഭാര്യയോട് പറയും, എന്നെ മാറ്റി നിർത്തിയിട്ട് പറയും, ഈ ചങ്ങാതി പറയുന്നത് എന്താന്നുള്ളത്. അയാളൊരു ഈജിപ്ഷ്യൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യമായൊരു ഓർമ്മയില്ല. അപ്പൊ ഈ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്ത വാക്കുകൾ കൊടുക്കുക, നുണകൾ പറയുക, വാക്കുകൾ പാലിക്കാത്തവനാണ് എന്ന് മറ്റുള്ളവർ വിളിക്കണം, ഒരു നുണയനാണ് ഞാൻ എന്ന് മറ്റുള്ളവർ മുദ്ര കുത്തണം. എത്ര തവണ എന്നോട് എൻ്റെ എക്സ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അത്തരം ഒരു പേരെനിക്ക് ഉണ്ടാവണം. ഞാൻ എന്ന വ്യക്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ആളുകളോട് നുണ പറയുമായിരുന്നു, ഞാൻ ആളുകളോട് വാക്കുകൾ പാലിക്കാതെ വരുമായിരുന്നു. ഞാൻ ആളുകളോട് വാക്കുകൾ പാലിക്കാറില്ല, നുണകൾ പറയാറുണ്ട്. എനിക്ക് എൻ്റെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അമിതമായിട്ട് കുടിക്കാതിരിക്കുമ്പോഴും മറ്റു രീതിയിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, കള്ളിൻ്റെ പോലെ തന്നെ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ കൺട്രോൾ ഇല്ലാതെ കഴിക്കുക, ഏതൊരു കാര്യവും അമിതമായ രീതിയിൽ ചെയ്യുക, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം. മൊബൈലിൽ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് കുടിക്കുന്ന സമയത്താണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ട്, അപ്പോൾ പണിക്കൊന്നും പോകാതെ അതിലിരിക്കുക, അവിടെയൊക്കെ ഒരു തരം ആസക്തി ഉണ്ടാവുന്ന രീതിയിൽ മറ്റു കടമകൾ മടക്കുക. അത് പലപ്പോഴും ഞാനെന്ന വ്യക്തിയുടെ പേര് നശിപ്പിക്കുന്നത്, ഒരു അത്യാർത്ഥിക്കാരൻ്റെ സ്വഭാവം എനിക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ശരീരം ഒരു ഒബീസിറ്റി ഉള്ള ശരീരമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അൺകൺട്രോളായിട്ട് ഞാൻ അൺഹെൽത്തി ഫുഡ് വളരെയധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, കാരണം എൻ്റെ മുന്നിൽ ആ നാവിൻ്റെ അവിടെയുള്ള ടേസ്റ്റിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. അതും വളരെ സ്പീഡിലാണ് കഴിക്കുക. ടെൻഷനും പ്രഷറും വരുമ്പോൾ ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കും എന്ന ന്യായീകരണം പറഞ്ഞ് എൻ്റെ തലച്ചോറിനെ, ഈ പറയുന്ന കാര്യങ്ങൾ തലച്ചോറെടുക്കും. ചുമ്മാ ഈ 6 മാസത്തെ ബിഞ്ച് ഡ്രിങ്കിങ് ഒക്കെ എന്തുകൊണ്ടാണെന്ന് ഇപ്പം എനിക്കറിയാം. ഈ ഫ്രണ്ടൽ കോർട്ടക്സ് തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ. ആ രീതിയിൽ ഒരു അത്യാഗ്രഹമുള്ള സ്വഭാവക്കാരനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവിടെ അത്യാഗ്രഹം കാണിക്കുന്ന സ്വഭാവം എനിക്ക് വന്നു. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടാകത്തോണ്ടാണ് അത് വന്നത്. ആർത്തി പിടിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലം എനിക്കുണ്ടായി. ഇപ്പൊ ഇവിടെ എല്ലാ തരത്തിലും ഞാൻ എൻ്റെ വ്യക്തിത്വം നഷ്ടമാകുന്ന രീതിയിൽ ഒരാളുടെ കാര്യം മറ്റൊരാളോട് പറയുക എന്ന സ്വഭാവം, കുടിയൊക്കെ കഴിയുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ തൊട്ട് പല ആൾക്കാരുടെയും പേരെയും എൻ്റെ ഈഗോ
എൻ്റെ ഈഗോ എനിക്ക് അധികരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, അത് പെരുപ്പിച്ച് പറയുക എന്നത് തീർച്ചയായിട്ടും എനിക്ക് തന്നെ ദോഷമാവുന്നുണ്ടെന്നും പല അടുത്ത ആൾക്കാർ എന്നോട് സൂചിപ്പിച്ചു. ഈ ഒരു സ്വഭാവമായിട്ടല്ല ഇങ്ങനെ പറയേണ്ടത്, എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ സ്വഭാവ ദൂഷ്യം കുഴപ്പമാണ്, എൻ്റെ വില പോകും. കാരണം രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്തവനാണ് നമ്മൾ എന്നുള്ള ധാരണ പരക്കും. ഇതറിഞ്ഞിട്ടും എനിക്കത് മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കുന്ന, ഞാനെന്ന വ്യക്തിയുടെ ആ ഒരു പേരിനെ തന്നെ ഇല്ലാതെ ചെയ്യുന്ന ഒരു സ്വഭാവ ദൂഷ്യം, ഇത് ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. എനിക്കിത് അറിയാമായിരുന്നു. ഞാൻ ആരുടെയും കുറ്റം പറയാതെ എൻ്റെ കാര്യം നോക്കി അന്നേ പോകുമായിരുന്നു. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ പണം ചെലവാക്കുന്ന കാര്യം. ഈ പണം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിലാണെങ്കിൽ പോലും ഇന്ന് എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് അങ്ങ് ചിലവ് 100 രൂപ കിട്ടിയാൽ 99 രൂപയ്ക്കും നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറയുന്നതല്ല ഏടെ പ്രോഗ്രാം. പുതിയ രീതിയാണ്. പക്ഷെ അന്ന് എന്തായിരുന്നു? അന്ന് ഇന്നത്തെ ദിവസം കിട്ടിയ പൈസ ഇന്നത്തെ കാര്യം നടക്കട്ടെ, ബാക്കി പിന്നെ നോക്കാന്നാ. അത് കട ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, ഭാവിയിലേക്ക് വല്ല പൈസയും കരുതി വെക്കണം, ഒരു ഇൻഷുറൻസ് വേണം, വല്ല അസുഖം വന്നാൽ വല്ല പൈസ ഉണ്ടോ, വീട്ടിൽ കയറി കിടക്കാൻ ഒരു വീടുണ്ടോ, ഒന്നുമില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങ് പോവുക, ആ ഈഗോയ്ക്ക് വേണ്ടി എന്തും ചെയ്യുക എന്ന സ്വഭാവം. അത് ഞാൻ എന്നൊരു വ്യക്തിയുടെ എക്സിസ്റ്റിംഗ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഈ പണം ഇങ്ങനെ ധാരാളിത്തപൂർണമായി ചെലവഴിക്കുക. അന്നവിടെ 2 ദിർഹംസിന് നമ്മുടെ നാട്ടിലെ 40 രൂപയ്ക്ക് ചായ കിട്ടുമ്പോൾ, നാടൻ ഫ്രഷ് മിൽക്ക് ചായ കിട്ടും. സമോവർ ഇങ്ങനെ വ്യാപകമാകുന്ന സമയം ദുബായിൽ. ആ 2 ദിർഹംസ് ദുബായിയുടെ ആ ചായ കുടിക്കുമ്പോൾ ഞാൻ ഒരു കാര്യമില്ലാണ്ട് 100 രൂപ ടിപ്പ് കൊടുക്കുന്നവനായി മാറുകയാണ്. എനിക്കതിന് മാത്രം ഒന്നുമില്ല പൊങ്ങച്ചത്തിൻ്റെ ഫലമായിട്ട്. ഇത് ഞാനൊരിക്കലും ഈ ധാരാളിത്തം നിറഞ്ഞ എൻ്റെ സ്വഭാവം ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ശാരീരിക രോഗങ്ങൾ. എനിക്ക് ഏതൊക്കെ രോഗങ്ങളുണ്ട്, ഭയമാണ് പരിശോധിക്കാൻ. എളുപ്പപ്പെട്ട മാർഗങ്ങൾ ചെയ്യുക എന്നാണ്. അതിൻ്റെ കൃത്യമായ പരിശോധനകൾ ഞാൻ നടത്തിയിരുന്നില്ല. മദ്യം സുലഭമായിട്ട് കഴിക്കാം, അത് വരുന്നത് വരട്ടെ. പല അസുഖങ്ങളും ലക്ഷണം വരാതെ ഒരു പ്രായം കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് തന്നെ അറിയാം, ആഫ്റ്റർ 35 കൃത്യമായിട്ടുള്ള ടെസ്റ്റ് നടത്തണം. 3 മാസം കൂടുമ്പോഴെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് ആണ്. മറ്റു അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. വേറെ ലക്ഷണങ്ങളെ സീരിയസ് ആയിട്ട് ഒരു സംശയരോഗമായിരിയല്ല, ബട്ട് ഞാൻ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എൻ്റെ ജീവൻ നിലനിൽക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും എൻ്റെ ശാരീരിക രോഗങ്ങളെ കെയർ ചെയ്യാതെ ഞാൻ നടന്നിരുന്നു എന്നുള്ളതാണ്. അടുത്തത്, എന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മദ്യം അല്ലാതെ തന്നെ, അത് മദ്യം കഴിഞ്ഞിട്ടും അതെ, മറ്റ് ദുശീലങ്ങളുണ്ട് എനിക്ക് ദോഷകരമായി വരുന്ന. നാവില് ഒരു ചെറിയ പൊള്ള ഉണ്ടായാൽ, വായിൽ ഒരു ചെറിയ പൊള്ള ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഭയമാണ്. ഞാനപ്പോൾ ഈ പനിക്കൂർക്ക, ശാസ്ത്രീയമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ചവച്ച് അതിനെ മാറ്റാനൊക്കെ നോക്കും. ചിലപ്പോൾ ഒക്കെ കുറേ ഓയിൽമെൻ്റ് ഒക്കെ തേക്കും. ക്യാൻസറിനെ ഭയങ്കര ഭയമാണ്. ക്യാൻസറിൻ്റെ പരസ്യം കാണാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സിനിമാ പോസ്റ്ററുകൾ വരുമ്പോൾ ഈ വൃത്തികെട്ട സാധനം നിർത്തിയിട്ട് ഞാൻ കയറുള്ളൂ എന്ന് പറയും. എനിക്കിഷ്ടമല്ല ഇത് കാണുന്നത്. കാരണം എന്താ പറയുക, ഞാനത് അപ്പോഴും എൻ്റെ വായിൽ ആൻസ് ഉണ്ടാവും. അപ്പം ഇത്തരം പുകയില അടക്കമുള്ള സാധനങ്ങൾ ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത്രയധികം ഭയമുള്ള ഞാൻ പുകയില അടക്കമുള്ള ലഹരികൾ ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെ മറ്റുള്ള ആൾക്കാരെ ഓരോ കാര്യങ്ങൾക്കും, എൻ്റെ വീഴ്ചകൾക്കും ഓരോ കാര്യത്തിനും മറ്റുള്ള മനുഷ്യരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സ്വഭാവം ഞാൻ വളർത്തിയെടുത്തു. ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത് എനിക്ക് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനിത് നിർത്തും. ഞാനിത് നിർത്തിയിരുന്നില്ല. എവിടെയോ എൻ്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹം പൂർണ്ണമായിരുന്നില്ല. പിന്നെ ചിട്ടയായിട്ടുള്ള ഉറക്കം, ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. കൃത്യമായ ഉറക്കം വേണം. എന്നാൽ മാത്രമാണ് ശരീരത്തിലെ ബാക്കി മെറ്റബോളിസം പ്രവർത്തിക്കുക എന്നറിയുന്ന എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. പല കാരണങ്ങളാണ്. ഞാൻ അതിന് ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പല ന്യായങ്ങളുമായിട്ട് ഉറക്കം കൃത്യമായിരുന്നില്ല. അതിന് ഞാൻ ഒരു കാര്യവും ചെയ്തിരുന്നില്ല. ഇതിന് മൊത്തത്തിൽ അടുക്കും ചിട്ടയും ജീവിതത്തിൽ എന്നെപ്പോലൊരാൾക്ക്, ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവുമായിരുന്നു. എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യങ്ങളും തുടർച്ചകൾ ഉണ്ടാക്കാൻ പറ്റാതെ വരിക.
നേരത്തെ പറഞ്ഞ രീതിയിൽ ആ നല്ല വ്യക്തിത്വം, ആ വ്യക്തിത്വം പല രീതിയിൽ നഷ്ടമാകുന്നത് ഞാൻ അറിഞ്ഞിട്ടും ഒരു വ്യക്തിത്വം ഉണ്ടാകാൻ, ഒരു നിലപാടുള്ള മനുഷ്യനായിട്ട് മാറാൻ എനിക്ക് പറ്റുന്നില്ല. അത് മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്ന ഭയം കൂടുതൽ കൂടുതൽ സ്വഭാവ ദൂഷ്യങ്ങളും കുഴപ്പങ്ങളും എൻ്റെ ഭാഗമായിട്ട് വരികയാണ്. മദ്യം, ഇതിൻ്റെയൊക്കെ നിയന്ത്രണം മദ്യം ഏറ്റെടുത്തിട്ടുണ്ട്. മദ്യം ഇവിടങ്ങളിലൊക്കെ കടന്നു വന്നു. അങ്ങനെ എല്ലാ തരത്തിലും പരാജയം മദ്യത്തിൻ്റെ കാര്യത്തിൽ വേറെ നിവൃത്തിയില്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പിലെത്തി. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര രസം. ഇപ്പം നമ്മൾ പറഞ്ഞു സെൽഫ് ലവ്, അവനവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഏടെ മീറ്റിങ്ങിൽ പറഞ്ഞത് എന്താണ്? ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാർത്ഥത ഉപേക്ഷിക്കണം. മൂന്നാമത്തെ പടിയൊക്കെ നമുക്കറിയാം. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം തന്നിൽ തന്നെയുള്ള ശ്രദ്ധയാണ്. ഇതെങ്ങനെ ഈ വൈരുദ്ധ്യം? എന്താ പത്? എങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ആദ്യകാലത്തെ ധാരണ എന്താ വെച്ചാൽ മീറ്റിങ്ങിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ സംസാരിക്കുക, ഇഷ്ടമുള്ള സമയം സംസാരിക്കുക. ഞാൻ ആരെ പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സെൽഫിഷ് പ്രോഗ്രാം എന്നും ആരോ പറഞ്ഞിട്ടു. ഞാനൊരു 15-20 മിനിറ്റൊക്കെ 10-50 പേരുള്ള മീറ്റിങ്ങിൽ അങ്ങനെ സംസാരിക്കുക. വിഷയാവതരണം എന്നാണ് ജർമ്മൻ ഷെയറിങ്ങിൽ. ഇത് എൻ്റെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു, എൻ്റെ പ്രോഗ്രാമാണെന്ന് നേരിൽ നിൽക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ, എനിക്ക് എന്തും പറയാം, മറ്റുള്ളവരോട് ചെയ്യാം, ഇതാണ് സെൽഫിഷ് പ്രോഗ്രാം. എനിക്ക് തോന്നിയ പോലെ ചെയ്യാവുന്ന, എൻ്റെ കാര്യം ഞാൻ നോക്കുക, ഞാൻ ബാക്കിയുള്ളവരെ പരിഗണിക്കാതിരിക്കലാണ് ഈ സെൽഫ് ലോ. എന്നെ പരിഗണിക്കുക എന്നത് തെറ്റിദ്ധരിച്ച ഒരാളാണ്. അപ്പോൾ പ്രോഗ്രാം പറഞ്ഞു അങ്ങനെയല്ല. അവനവനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ പരിഗണിക്കലും സ്വാർത്ഥത വെടിയലും തന്നെയാണ് പ്രോഗ്രാം. ഇപ്പം ഞാൻ മറ്റേ പോയിന്റിലേക്ക് വരാം, ആ സെൽഫ് ലവിലേക്ക്. അതിന് മുന്നേ പ്രോഗ്രാം എന്താ പറയണം? പ്രോഗ്രാമിൽ വന്നപ്പോൾ കേട്ട കാര്യം എന്താണ്? ബില്ലും പറഞ്ഞത് എന്താണ്? എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട പ്രയോജനക്ഷമത. ബില്ല് പറഞ്ഞു, സഹസ്ഥാപകം പറഞ്ഞു. അതിനുശേഷം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഈ മറ്റുള്ള മനുഷ്യരിങ്ങനെ കടന്നു വരികയാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. 12-ാം പടിയെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ആളുകൾ സന്ദേശം കൊടുത്തതിനെ കുറിച്ച് പറയുന്നു. ഞാൻ കൊണ്ടുവന്ന 12-ാം പടി പറയുന്നു. 12-ാം പടിക്ക് പോയപ്പോൾ നായനെ അഴിച്ചുവിട്ട കഥ കേൾക്കുന്നു. ത്യാഗങ്ങൾ പറയുന്നു. എക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ ത്യാഗങ്ങൾ ആൾക്കാർ പറയണം. പഴമക്കാർ സ്വാർത്ഥത കളയണമെന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടു. അപ്പോൾ നമ്മളും വിചാരിച്ച് കുറച്ച് ആൾക്കാരെ സഹായിച്ച് കളയാം. മറ്റുള്ളവരെ പരിഗണിക്കേണ്ട പ്രോഗ്രാമാണല്ലോ. അപ്പം എങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കാം? ആദ്യം അവിടെ എന്നെ സ്നേഹിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കണമല്ലോ. മറ്റുള്ളവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞ് ഇറങ്ങിയ പരിപാടികളിലൊക്കെ കുറേ കുഴപ്പങ്ങൾ വരാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എനിക്ക് എന്തും ചെയ്യാം. പെട്ടെന്ന് നീരസം വരിക, ഒരു നീരസം പടന്ന് അടുത്ത മീറ്റിംഗ് തുടങ്ങുക, ഈ മീറ്റിങ്ങിൽ നിന്ന് തെറ്റിപ്പോവുക, ഈ മീറ്റിങ്ങിൽ ആൾക്കാർ ശരിയല്ല എന്നുള്ള കുറ്റം പറയുക. വളരെ പെട്ടെന്ന് ആ പരിപാടികൾ. എന്നെ എതിർത്താൽ, എൻ്റെ ഒരു കാര്യത്തിനെതിരെ വന്നാൽ എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെ തകർക്കുക. പക്ഷെ പരിഗണിക്കൽ ഞാൻ ഭയങ്കര സേവനം ചെയ്തു. ഞാൻ കണക്കുകൾ ഇങ്ങനെ പറയുക, ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ഞാൻ എക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. വളരെ തെറ്റായ രീതിയിലാണ് ഈ മറ്റുള്ളവരെ സഹായിക്കുക. 24 മണിക്കൂർ ഞാൻ മീറ്റിങ്ങിൽ രാവിലെ 7 മണിക്ക് ഖത്തറിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1-2 കോളിൽ ആഡ് ചെയ്യും ആൾക്കാരെ എന്ന് പറഞ്ഞ കോളിലേക്ക് ആഡ് ചെയ്യിക്കുക. അവർക്ക് വേണ്ട ക്ലാസ് കൊടുക്കുക, അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെടുക. അപ്പോൾ ഒരുത്തൻ ബൈക്കിൽ പോകുമ്പോൾ നീ എന്താ ഹെൽമെറ്റ് എടുക്കാത്ത ചോദിച്ചാൽ അവനായിട്ട് വെറുതെ ഇതൊന്നും എൻ്റെ ഇടപെടേണ്ട. അവൻ ഹെൽമെറ്റ് എടുക്കാതിരിക്കുകയോ കാറിൽ ബെൽറ്റ് ഇടാതിരിക്കുകയോ ഇതൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യങ്ങളല്ലാന്ന്. ഏക്കാരനായിട്ട് ഞാൻ മദ്യത്തെ മാറ്റി നിർത്തിയ കാര്യം പറഞ്ഞാൽ മതി. അവൻ്റെ ഭാര്യ പോയോ, അവൻ്റെ കുടിക്കഥ കേൾക്കണം, ഇത്തരത്തിലൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയണം? ഞാൻ ഈ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. തെറ്റായ വഴിയിലാണ് ഞാൻ വിചാരിക്കുന്ന. മറ്റുള്ളവരെക്കാൾ സഹായിക്കാൻ പോകുമ്പോൾ ഞാൻ എവിടെ ഉയർന്നു നിൽക്കുന്നു? ഞാൻ എന്നെ തന്നെ പരിഗണിച്ചിട്ടില്ല. അവിടെയാണ് പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ ഫെലോഷിപ്പ് വേറെയാണ്, പ്രോഗ്രാം വേറെയായിരുന്നു എനിക്ക്. പ്രോഗ്രാം എന്താണ് പറയുന്നത്? പ്രോഗ്രാമിലേക്ക് എത്തുന്നു. നമ്മുടെ 18-ാമത്തെ പേജിൽ 1-ാമത്തെ പടിയുടെ ഭാഗമാണ് ഒരു പരിഹാരമുണ്ട് എന്നുള്ള അധ്യായമുണ്ട്. ആ പരിഹാരമുണ്ട് എന്നുള്ള അധ്യായത്തിന്റെ 18-ാമത്തെ പേജിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാവുന്ന സർവസമ്മതമായ രക്ഷാമാർഗം. എങ്ങനെയാണ്? വളരെ ഡിഫറൻ്റ് ആയ സഹോദരങ്ങളാ. ഒരു അമ്മയുടെ മക്കൾ തന്നെ വിവിധ സ്വഭാവമാണ്. ഒരേ രീതിയിൽ വളർന്നു വന്ന ആളുകൾ ഒരേപോലെയല്ല. പല വ്യത്യാസങ്ങളും ഉണ്ട് അവരുടെ സ്വഭാവ രീതികൾ തമ്മിൽ.
അവിടെയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ തൊട്ട് നമ്മുടെ മലയാളിയായിട്ടും വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന മലയാളികൾ തൊട്ടുള്ള ആളുകൾ ഓൺലൈനിലൊക്കെ ബന്ധപ്പെടുന്നു. പല സ്വഭാവങ്ങളും പല രീതികളുമാണ്. പ്രാഥമിക ഉദ്ദേശം ഒന്നാണ്. ഇവിടെയൊക്കെ സഹായത്തിന് പോകുമ്പോൾ അന്ന് തന്നെ നമ്മുടെ പഴമക്കാർ കണ്ടെത്തിയ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ആ 18ാമത്തെ പേജിന്റെ അവസാനവും 19ാമത്തെ പേജുമായിട്ട് എന്നെ പോലെ ഒരു മദ്യാസക്തനോട് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. നീ ആൾക്കാരെ സഹായിക്കാൻ പോണതിന് മുന്നേ മോനെ 1ാമത്തെ പടിയിൽ കുറച്ച് കാര്യം പറയേണ്ടത്, നീ ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. 1ാമത്തെ പടിയിൽ എന്താ പറഞ്ഞ? ആദ്യം നീ വലിയ കഥയൊന്നും പറഞ്ഞ് അവനെ പഠിപ്പിക്കണ്ടെന്നേ. നീ അവന്റെ ജീവിതം എന്താ, അവന് ഉപദേശം കൊടുക്കാൻ പോവുക, അവന്റെ ഷെയറിങ് കേട്ട ഉടനെ ഉപദേശ. എടാ നീ അതിൽ ഇങ്ങനെ ചെയ്യേ, നീ ഇങ്ങനെ ചെയ്യ, ഒരു ഫിനാൻസ് എക്സ്പോർട്ട് കൊടുക്കുന്ന മാതിരി നീ അവിടുന്ന് ലോൺ എടുക്കുക, നീ അവിടെ പോ, നീ ഇവനോട് സംസാരിക്കുക. എന്തിന്? ഇവന്റെ സാമ്പത്തിക പ്രശ്നം തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അവന്റെ പിണങ്ങിപ്പോയ ഭാര്യയെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണ് ഇടപെടണ്ടേ? നീ ഇപ്പൊ അവൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് തല പൊട്ടിച്ചാവുകയാണോ അതോ അവന്റെ വിധി? ഇതൊന്നും അല്ല പറഞ്ഞ പരിഗണന. അവിടെ പറഞ്ഞു, നിനക്ക് നിന്നെ പറ്റിയിട്ടുള്ള അനുഭവ സത്യങ്ങളുണ്ട്. 1ാമത്തെ പടിയിലാ പറഞ്ഞതെന്ന് ആലോചിക്കണം, 12ാം പടിയല്ല. നീ പറയേണ്ടത് എന്താ? നീ നിന്നെ പറ്റിയുള്ള അനുഭവ സത്യങ്ങളാണ് മറ്റുള്ളവരോട് പറയേണ്ടത്. അതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പറഞ്ഞു, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മറ്റു മദ്യാസക്തന്റെ വിശ്വാസം നേടിയെടുക്കണം. എങ്ങനെ വിശ്വാസം നേടിയെടുക്കണം? നീ തന്നെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടല്ല, മറ്റവന് തോന്നണം. അവൻ സംശയത്തോടു കൂടിയാ പുതിയ ആൾക്കാർ വരിക ഈ പ്രോഗ്രാം എന്താന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അവന്റെ അടുത്ത് കുറെ ക്ലാസ് എടുക്കൊന്നും വേണ്ട. ഞാൻ എന്റെ അനുഭവം, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, മദ്യം കൊണ്ട് എനിക്ക് എന്തൊക്കെ ഉണ്ടായി, എങ്ങനെ ഞാൻ മാറി നിന്നു, ഈ കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ ആ രീതിയിൽ വിശ്വാസം ഞാൻ നേടിയെടുക്കണം. ഞാനിതല്ല കേട്ടോ ചെയ്തിരുന്നത്, അതാണ് എൻ്റെ കുഴപ്പം. കാരണം 3ാമത്തെ പോയിന്റ് എന്താണ്? വിശ്വാസം ആർജിക്കുന്നത് വരെ, മറ്റൊരു മദ്യാസക്തന്റെ വിശ്വാസം ആർജിക്കുന്നത് വരെ എനിക്ക് ഒരു കുന്തം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുന്തം എന്നില്ല, ബുക്കിൽ വേറെയാണ്. വിശ്വാസം ആർജിക്കുന്നവരെ മദ്യാസക്തനിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോ വിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടാവുക, എന്നെ വിശ്വസിക്ക്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ കുടിയൊക്കെ നിർത്തി ഭയങ്കര സംഭവമാണെന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്നെ കളിച്ച് കവച്ച് വെച്ചവനാ. ചിലപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാവും ഈ വരുന്ന മദ്യാസക്തൻ. ആരും കുറഞ്ഞവരൊന്നുമല്ല. അവന് സ്വയം തോന്നണം ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നതാണ്, അല്ലാണ്ട് ഒരാളെയും സഹായിക്കാൻ പറ്റില്ല, ആര് വിചാരിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. നീ എന്താ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ നിർദ്ദേശം 1ാമത്തെ പടിയിൽ എന്നോട് പറഞ്ഞ. അപ്പൊ ഞാൻ ഇതിന് തയ്യാറാവണം. പിന്നെ പരിഹാരമാർഗം അറിയാമെന്ന് എൻ്റെ പെരുമാറ്റം വിളിച്ചു പറയണം. അയാൾക്ക് തോന്നണം എൻ്റെ പെരുമാറ്റം കൊണ്ട്, സ്വാഭാവികമായ തോന്നലാ. എനിക്കറിയാം അയാളുടെ കുടിപ്രശ്നത്തെ മറികടക്കാനുള്ള പരിഹാരമാർഗം. അതെങ്ങനെയാ ഞാൻ അറിയിക്കുക? എൻ്റെ ഷെയറിംഗ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അയാൾക്കുണ്ടായ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ വേറെ ആൾക്ക് എന്നെ കൊണ്ട് ഉപകാരപ്പെടുന്ന വേറൊരാൾ എന്നെ വിളിക്കും. എല്ലാവരും എന്നെ വിളിക്കണം നിർബന്ധമൊന്നുമില്ലോ. അപ്പൊ എൻ്റെ പെരുമാറ്റം, ഞാൻ എൻ്റെ കഥ പറഞ്ഞാൽ മതി. അപ്പൊ എന്നെ വേണ്ട ആൾക്കാർക്ക് മനസ്സിലാവും, ഈ ആൾക്ക് എനിക്കുള്ള പരിഹാരമാർഗം അറിയാം, അതെന്റെ പെരുമാറ്റം വിളിച്ചു പറയണം. പിന്നെ വേറെ യാതൊരു ഉദ്ദേശവുമില്ല എന്നുള്ള പ്രാഥമിക ഉദ്ദേശം. അതല്ലാതെ വന്നു കഴിഞ്ഞ് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അയാൾ കുറച്ച് പൈസ ഉള്ള ആളാണെങ്കിൽ ഒന്ന് പരിഗണിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികമായിട്ടുള്ള പൈസ മേടിക്കുക, ഇതൊരു പരിപാടിയൊന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാട് നടത്തുക, സഹായിക്കുക എന്നല്ലാണ്ട് രീതിയിൽ പരിചയപ്പെട്ട ഒരാളോടും, അത് വ്യക്തിപരമാണെങ്കിലും അയാളെ പരിചയപ്പെട്ട രീതിയിലാണല്ലോ, അല്ലെങ്കിൽ അത്രയും ബന്ധങ്ങളൊക്കെ ആവണം. ഇത് വേറെ ഒരു സഹായത്തിനും നീ നിൽക്കുന്ന അങ്ങടും ഇങ്ങടും വേണ്ട. വേറെ അവരും പൈസ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇനി വ്യക്തി മനുഷ്യത്വപരമായിട്ട് വല്ലതും ചെയ്യണം, അത് വ്യക്തിപരം കിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രാഥമിക ഉദ്ദേശം മാത്രമേ ഉണ്ടാവാൻ പാടൂ എന്ന് പറഞ്ഞു. അതായിരിക്കണം സഹായത്തിനുള്ള കാര്യം. ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. എന്നെയും പ്രീതിപ്പെടുത്തേണ്ട. ഞാൻ ഒരു കാരണവശാലും അവനെ ഡൊമൈൻ ചെയ്യരുത്. ഞാൻ സഹായിക്കുന്നത് എന്തിനാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. മടുപ്പുളവാക്കുന്ന നീണ്ട പ്രസംഗം നടത്തരുത്. നമ്മൾ അവരുടെ പേര് പറഞ്ഞ് ഇവിടെ ഷെയർ ചെയ്യാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം അത് പറഞ്ഞാൽ അതൊന്നും വേണ്ട. അവന് പതുക്കെ കാര്യങ്ങൾ നിന്റെ കഥ പറഞ്ഞാൽ മതി. മടുപ്പുളവാക്കുന്ന വലിയ നീണ്ട ലേലോകം നടിച്ചാൽ മടുത്തു പോവൻ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോ
ഇതെന്തിനാണ് ഈ പ്രോഗ്രാം? അവനവന്റെ കിടക്കയും എടുത്ത് നടക്കുക. ഇത്രയും ഒരു പോയിന്റുകൾ, 9ഓളം പോയിന്റുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാധനം, അപ്പൊ മറ്റൊരാളെ സഹായിക്കുക എന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന ഒരു ബോധ്യം കടന്നു വരികയാണ്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയാകുമ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക. അപ്പോ എന്താ കുഴപ്പം? മറ്റുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട്, അവരുടെ കുറവുകളോട് സഹിഷ്ണുത പുലർത്തുന്ന, അവരുടെ അഭിപ്രായങ്ങളെ ആദരിക്കുന്ന മനോഭാവം എനിക്ക് വേണം എന്ന് പറഞ്ഞു. 20ാമത്തെ പേജിൽ വീണ്ടും അതാ പറയണം. എന്താ എന്റെ കുഴപ്പമെന്ന് പറഞ്ഞു? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനോടും കുറവിനോടും സഹിഷ്ണുത ഇല്ല, അവരുടെ അഭിപ്രായങ്ങളെ ആദരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ഇടയിൽ കയറി എനിക്ക് അഭിപ്രായം പറഞ്ഞേ പറ്റൂ. എന്റെ അഭിപ്രായമാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എങ്ങനെയാ എനിക്ക് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാറാൻ പറ്റുക? എനിക്ക് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാറണം എന്നാണ് പ്രോഗ്രാം പറഞ്ഞത്. അപ്പൊ അവിടെ മറ്റുള്ളവരെ പറ്റിയും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നതിനെ പറ്റി നിരന്തരമായി ചിന്തിക്കുന്നു. 20ാമത്തെ പേജ് തുടരുകയാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് മുൻകുടിയനായ എൻ്റെ ജീവിതം നിലനിൽക്കുന്നതെന്നാണ്. അപ്പൊ മറ്റുള്ളവരെ പറ്റി, അവരുടെ ആവശ്യങ്ങൾ, അവിടെ കണ്ടില്ലേ, പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, മറ്റുള്ളവരെ പറ്റിയും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നതിനെ പറ്റിയും നിരന്തരമായി ചിന്തിക്കണം. ആ ചിന്തയിലാണ് നമ്മുടെ സെൽഫ് ലവ് കടന്നു വരിക. ഇതറിയില്ല നമുക്ക്. മറ്റുള്ളവരെ അൺസെൽഫിഷായി സ്നേഹിക്കുന്നവർക്ക് ആ സെൽഫിഷ് പ്രോഗ്രാം പ്രവർത്തിക്കുക. അതിലേക്ക് ഞാൻ വരാം. ഇതൊക്കെ എളുപ്പമാണോ? പറയണ പോലെ എനിക്ക് എളുപ്പമായിരുന്നില്ല. പറയാനൊക്കെ എളുപ്പമാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനോടും കുറവിനോടും സഹിഷ്ണുത പുലർത്തുക എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളോട്, എൻ്റെ കാഴ്ചപ്പാടിന് എതിരെ ഷെയർ ചെയ്താൽ അതിൻ്റെ കുറ്റം പറയാൻ പറ്റും. പക്ഷെ ഞാൻ എത്രത്തോളം സഹിഷ്ണുത പുലർത്തുന്നുണ്ട്, ഞാൻ എത്രത്തോളം മറ്റുള്ളവന്റെ കാഴ്ചപ്പാടാന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നുണ്ട് എന്നാ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെന്നേ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ തെറ്റാന്ന് വിധിക്കാനുള്ള എൻ്റെ പ്രവണത അതൊക്കെ പരിശോധിച്ചാൽ മതി. മറ്റേ 20ാമത്തെ പേജിലെ മറ്റു ഡയലോഗ് ഇല്ലേ, മറ്റ് സാധനം ഞാൻ കോട്ട് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇത് തയ്യാറാവുന്നുണ്ടോ എന്ന ചോദ്യമാണ്. എളുപ്പമായിരുന്നില്ല അത്. അപ്പൊ നിലവിലെ അവസ്ഥയിൽ വളരെയധികം പ്രശ്നമുള്ള കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിലേക്ക് ഞാൻ കടന്നു വരണം. അപ്പൊ അതെങ്ങനെയാണ്? എല്ലാം വിപരീതമായിട്ടാണ് കാര്യങ്ങളുടെ കടപ്പ്, നേരെ വിപരീതമായിട്ട് എൻ്റെ അവസ്ഥ. അപ്പൊ നമ്മൾ കുറച്ചുകൂടിയൊക്കെ പ്രോഗ്രാമിൽ മുന്നോട്ട് വരുമ്പോൾ 2ാമത്തെ പടിയുടെ ഭാഗമായിട്ട് പേജ് 47 ഉണ്ട് ബിഗ് ബുക്കിൽ. അവിടെ 47ഉം അതേപോലെ തുടർന്ന് 51ാമത്തെ പേജിലും പറഞ്ഞു, എന്താണ് ഞാനെന്ന മദ്യാസക്തന്റെ കുഴപ്പം? മറ്റുള്ളവരെ പരിഗണിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണല്ലോ നമ്മുടെ പ്രോഗ്രാം തുടക്കം മുതലേ പറയണം. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ. എനിക്ക് മർക്കട മുഷ്ടിയുണ്ട്. ഞാൻ വിചാരിച്ചത് തന്നെയാണ് ശരി എന്ന് പറയുന്ന സ്വഭാവമുണ്ട്. വികാരങ്ങളെ, ചെറിയ സിനിമയും അല്ലെങ്കിൽ മറ്റൊരു സംഭവം കണ്ടാൽ കരഞ്ഞു പോവുക, ചില കാര്യങ്ങൾ കേട്ടാൽ കരച്ചിൽ വരും. ഇവിടെ ഞാൻ ഭയങ്കര ക്രൂരനായിട്ടൊക്കെ എൻ്റെ മകനോട് പെരുമാറും. പക്ഷെ വേറുള്ളവരുടെ കുട്ടീനെ അടിക്കുന്ന സീന് TV-യിൽ കാണുമ്പോൾ കരച്ചിൽ വരിക. ഇത്തരം പരിപാടികളുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യുക്തിരഹിതമായ മുൻവിധികളുണ്ട്. എൻ്റെ ധാരണയും എൻ്റെ ചിന്തകളും മാത്രം ശരിയെന്ന് പറയുന്ന സ്വഭാവമുണ്ട്. എനിക്ക് വ്യക്തിബന്ധങ്ങളിൽ കുഴപ്പമുണ്ട്. ഞാൻ എന്നെ അനുകൂലിക്കുന്ന ആൾക്കാരോട് മാത്രമേ മിണ്ടൂ. എന്നെ എതിർത്ത നിസാരമായ കാര്യങ്ങൾക്കും എന്നോട് എതിരഭിപ്രായം പറഞ്ഞ ആൾക്കാരുമായിട്ട് എനിക്ക് പറ്റില്ല. അത് AIയിലും പറ്റുന്നില്ല, സമൂഹത്തിലും പറ്റുന്നില്ല, കുടുംബത്തിലും പറ്റുന്നില്ല. പിന്നെ വൈകാരികത, ഏറ്റവും വലിയ പ്രശ്നം വൈകാരികത. പെട്ടെന്ന് സന്തോഷം, സങ്കടം, ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സന്തോഷമൊക്കെ ആണെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ നടക്കുക, ചാടിപ്പാടി ഭയങ്കര ഓട്ട, ഭയങ്കര ആവേശ. ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരു മൂലയിൽ പോയിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുക, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന വൈകാരിക പ്രശ്നം. ഇതൊക്കെ എനിക്കുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഭയങ്കര കഷ്ടപ്പാടാണ്, എൻ്റെ അവസ്ഥ മഹാമോശമാണ്, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ചിന്ത എന്താ അങ്ങനെയെന്നുള്ള സ്വയം സദാവും കടന്നു വരുന്നു. കടുത്ത വിഷാദത്തിലേക്ക് പോകുന്നു. ജീവിതം വെറുതെ പോവുകയാണെന്നുള്ള വ്യർത്ഥതാബോധം ഉണ്ടാവുന്നുണ്ട്. അല്ലാത്ത ഭയമാണ്, ഭയം, ഇതിനെക്കുറിച്ചും നാളെയെക്കുറിച്ചുള്ള ഭയം. പൊതുവെ എന്താണ്? ജീവിതത്തോട് വല്ലാത്ത അസന്തുഷ്ടി. പല പരിപാടികളും നോക്കുന്നുണ്ട് ഇതിനെല്ലാം മറികടക്കാൻ, പക്ഷെ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം കൂടി എന്ത് പറ്റുന്നു? എന്നെ മറ്റുള്ളവർക്ക് സഹായം അരുളുന്നവനായിട്ട് കാണപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് പരിഗണിക്കുക? അവിടെയാണ് ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കുന്നവനായി ഞാൻ എന്നെ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് സെൽഫ് ലവ് ഉണ്ടാവുക. അതിന് ആദ്യം എന്ത് വേണം? ഞാൻ സെൽഫ് ലവ് ഇല്ല,
ഈ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് എന്തിനാണ്? എനിക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ എൻ്റെ വ്യക്തിത്വം ശരിയാക്കിയെടുക്കാൻ ഞാനെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. വളരെ സ്വാർത്ഥപരമായിട്ടാണ് ആ സെൽഫിഷ്നെസ്സിലേക്ക് ഞാൻ വരിക. അത് എൻ്റെ പരിപാടിയാണ്. ഞാൻ എന്നെ സ്നേഹിക്കേണ്ടതുണ്ട്. എന്താ ചെയ്യുക? എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാ എന്നെ സ്നേഹിക്കുക? അപ്പം ഞാൻ ശരിയാവണം. ലോകത്തിന്റെ പരിഹാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ആത്മപരിശോധനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഭിമാനബോധം സന്തുലിതമാക്കാൻ പറഞ്ഞു, പോരായ്മകൾ ഏറ്റുപറയാൻ പറഞ്ഞു. പക്ഷെ ഇതൊന്നും എളുപ്പമല്ല എന്ന് മനസ്സിലായി. കടുത്ത സത്യസന്ധത വേണമെന്ന് പറഞ്ഞു. എന്താ കടുത്ത സത്യസന്ധത? മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ സന്തോഷമാണ് സമാധാനമാണെന്ന് മീറ്റിങ്ങിൽ പറഞ്ഞാൽ മതിയോ? എൻ്റെ റിയാലിറ്റി പ്രശ്നങ്ങളുണ്ട്, എനിക്കുണ്ടാവുന്ന വൈകാരിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ മീറ്റിങ്ങിൽ വളരെ സത്യസന്ധതയും ഇതൊക്കെ പറയുന്നു, എൻ്റെ പ്രവർത്തികൾ മഹാമോശമാവുന്നു, എൻ്റെ പഴയ സ്വഭാവങ്ങളും പഴയ ജീവിത രീതികളും സ്ത്രീകളോടുള്ള എൻ്റെ മനോഭാവങ്ങളും അത് കാണുമ്പോൾ എൻ്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭാര്യയുടെ മുന്നിലൊക്കെ പോയിട്ട് ഞാൻ നിൽക്കുന്നു, ബാക്കി ഈ രീതിയിൽ നിൽക്കുക. ഇത് കടുത്ത സത്യസന്ധതയാണോ? ഞാൻ എല്ലാ തെണ്ടിത്തരങ്ങളും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുന്നു. ഞാനിവിടെ എൻ്റെ കിട്ടുന്ന പൈസയിൽ നിന്ന് ഭാര്യ അറിയാതെ ചൂതാട്ടങ്ങൾക്കും ഷീട്ട് കളിക്കുമായിട്ട് പൈസ ചെലവഴിക്കുന്നു. എന്നിട്ട് ഞാൻ അതിന് നുണകൾ പറയുന്നു. ഭാര്യ ലോട്ടറി എടുക്കുന്നതിനെതിരാണെങ്കിൽ ഈ പൈസ ലോട്ടറി എടുത്താന്നുള്ള രീതിയിലല്ല, വേറെ നുണകൾ പറയുകയാണ്. കാരണം ലോട്ടറി എടുത്ത് എന്തെങ്കിലും ഭാഗ്യം വരും പറഞ്ഞിട്ട് ഇങ്ങനെ നശിപ്പിക്കുകയാണ്. ആ ലോട്ടറി എടുത്ത പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു വീട് വെക്കാൻ. ഞാൻ ചെയ്യുന്നില്ല. കടുത്ത സത്യസന്ധതയിൽ ഇതെല്ലാം പെടും, എല്ലാവിധ കാര്യങ്ങളും പെടും. തുറന്ന മനസ്ഥിതി, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന മനസ്ഥിതി വളരെ വലിയ ടോപ്പിക്കാണ്. നമ്മുടെ ഹൗ ഇറ്റ് വർക്സിലെ ഏറ്റവും പ്രധാനം ആദ്യത്തെ കാര്യം എന്താണ്? അധ്യായം തന്നെ എപ്പോഴും പറയാറുണ്ട്, എച്ച് എന്ന് പറയുന്ന ഓണസ്റ്റിയാണ്, സത്യസന്ധതയാണ്. രണ്ടാമത്തേത് തുറന്ന മനസ്ഥിതിയായ ഓപ്പൺ മൈൻഡ്നെസ് ആണ്. ഡബ്ല്യു വില്ലിങ്നെസ് ആണ്. അപ്പോഴേ ഇത് പ്രവർത്തിക്കൂ എയുടെ പ്രോഗ്രാം. ഈ 3 സാധനവും വേണം. സത്യസന്ധത വേണം, തുറന്ന മനസ്ഥിതി ഉണ്ടായിരിക്കണം, ഞാൻ നിരന്തരമായിട്ട് ഇതിന് തയ്യാറാകും. ഞാൻ എന്നെ കണ്ടെത്തി എന്നെ സ്നേഹിക്കാനുള്ള പ്രവർത്തികളാണ് ഈ പരിശോധനയുടെ പ്രധാന കാരണം. എയുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ എന്നെ സ്നേഹിക്കലാണ്. ഞാൻ എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് വരും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഉണ്ടാവില്ല. വീട് വൃത്തിയാക്കാൻ എയുടെ പ്രോഗ്രാമിൽ പറയാറുണ്ട്, എൻ്റെ ഉള്ളു ക്ലീൻ ആക്കുക. കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്മളുടെ ആദ്യകാലത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ സ്വഭാവ വൈകല്യങ്ങളും എൻ്റെ ക്യാരക്ടറായി മാറിയ പല കുഴപ്പങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ രീതികൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അത് എളുപ്പം എനിക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ വീട് വൃത്തിയാക്കുന്ന പരിപാടി ഞാൻ എൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. അപ്പോഴേ എനിക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എന്താന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം, എനിക്ക് മാറ്റം ഉണ്ടാവണം. എനിക്ക് മാറ്റം ഉണ്ടാവുന്നതിലൂടെ എനിക്ക് എന്നെ സ്നേഹിക്കാനും എന്നെ കണ്ടെത്താനും കഴിയുന്നതിലൂടെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുക. അപ്പൊ എന്താണ് എന്നെ എങ്ങനെ സ്നേഹിക്കുന്നത്? എൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുക. അതല്ലാതെ ഞാൻ എന്നെ പരിശോധിക്കാനുള്ള ഭയമാണ് എനിക്ക്. എൻ്റെ കുഴപ്പങ്ങൾ കാണരുത്, ഞാൻ ഇങ്ങനെ പൊങ്ങി നിൽക്കണം, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് മറ്റുള്ളവർ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഏത് രീതിയിൽ നിൽക്കും. അപ്പോൾ എന്നെ സ്നേഹിക്കുക എന്നത് എൻ്റെ മാറ്റമാണ്. അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ എന്നെ സ്നേഹിച്ച് പറയുന്ന രീതിയിലേക്ക് എൻ്റെ കുറവും ദോഷവും എൻ്റെ നല്ലതും കുറവുകളും എല്ലാം അറിയാൻ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാറാൻ പറ്റും. അപ്പൊ അവിടെയാണ് സെൽഫിഷ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ അൺസെൽഫിഷ്നെസ്സിലേക്ക് നമ്മൾ ഉയരുക. നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മളെ തിരിച്ചറിയുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമുള്ള മനുഷ്യരായിട്ട് മാറാൻ പറ്റുക. അവിടെ 12/12/37 2 ദിവസം മുന്നേ ഡെയിലി റിഫ്ലക്ഷനിൽ പറയാറാണ്. 37ാമത്തെ പേജിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം. നമ്മൾ എപ്പോഴും കുടിക്കുന്ന കാലത്തും എപ്പോഴും വാശി പിടിച്ചൊരു കാര്യമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിന്തകൾ തന്നെയാണ് ശരി എന്ന് പറയുകയും അതിനു വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്ത ആളാണ്. കുട്ടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ മോട്ടിവേഷണൽ കോട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങ് കയറി വരും, ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ആളാണ് ഞാൻ, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഏഴിൽ വന്നു കഴിഞ്ഞപ്പോഴും ഉപദേശിക്കുന്ന ആൾക്കാരെ ഉപദേശമൊക്കെ ചോദിക്കുക, ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ട ഏട്ടാ, അതെന്താ ചെയ്യേണ്ട, സ്പോൺസറൊക്കെ എന്താ സ്പോൺസർഷിപ്പ് എന്ന് അറിയുന്നതിന് മുന്നേ ഈ ഉപദേശം ചോദിക്കലാണ് സ്പോൺസർഷിപ്പ് എന്ന് തെറ്റിദ്ധരിച്ച പഴമക്കാരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇതൊക്കെ കേൾക്കും. പക്ഷേ ഞാനത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച അഭിപ്രായം ഈ ഉപദേശം ചോദിക്കുന്ന ആൾ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചും കൊണ്ടേയിരിക്കും. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ച് ആ അഭിപ്രായം പറയുന്നതിനെ ഞാൻ കേൾക്കുള്ളൂ. അവിടെയാണ് ഉപദേശിക്കുന്നവരെ വിനയത്തോടെ കേൾക്കും. തീരുമാനം എൻ്റെ തന്നെയാണ്. വളരെ തെറ്റുന്ന രീതിയിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് എന്നെ തന്നെ ഇങ്ങോട്ട് കബളിപ്പിക്കല.
പറ്റിക്കുക സ്വയം. വലിയ സംഭവമായിട്ട് നമ്മൾ കരുതുക. എന്താന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, വേറെ ആൾക്കാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന പോലെ. അതുകൊണ്ടാണ് ഈ ശരികൾ, എനിക്ക് ബോധ്യമുള്ള ശരികളെടുത്ത് പ്രവർത്തിക്കാതെ 4 ആളോട് അഭിപ്രായം ചോദിച്ചിട്ട് അത് ശരിയാണെന്ന് ഉറപ്പിച്ചു വരുത്തുന്ന ഒരു 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 ഇതുണ്ട്, രീതി. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശരിയായിട്ടുള്ള രീതി ഉണ്ടോ, എനിക്ക് സന്തോഷം കിട്ടുമോ, അതെടുക്കാം. പക്ഷെ ഞാൻ എടുക്കുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം, മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ള വാശി കടന്നു വരിക. തീരുമാനം എൻ്റെ തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം മറ്റുള്ളവർ പറയുമ്പോഴാണ് ഞാൻ എടുക്കാറുള്ളൂ. അപ്പൊ എൻ്റെ ബുദ്ധിശക്തിയും അതേപോലെ എൻ്റെ ഇച്ഛാശക്തിയും അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാം എന്നുള്ള തോന്നല്. അവിടെ പ്രോഗ്രാം പറഞ്ഞു, മോനെ ഈ പരിപാടിയായിട്ട് നടന്നാൽ ഒരു കാര്യമില്ല, നീ ഇങ്ങനെ നടക്കും, എനക്കൊരു പ്രയോജനം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവില്ല, നീ ഇങ്ങനെ ഒരു ഇതായിട്ട് പോകും. നീ നിന്റെ കണ്ണാടിയിലേക്ക് നോക്ക്, ആ കണ്ണാടിയിലൂടെയുള്ള പ്രതിബിംബം കാണാൻ നിനക്കെന്താ ഭയം? കണ്ണാടി കൂടെ പ്രതിബിംബം കാണുമ്പോൾ മുഖത്ത് കുറച്ച് കുരുക്കളുണ്ടെങ്കിൽ ആ കുരു കൂടിയതാണ് നീ. നിന്റെ മുഖത്തുണ്ടായ പാടുകൾ, കള്ളു കുടിച്ച് സ്കൂട്ടിയിൽ നിന്ന് വീണപ്പോൾ നിന്റെ മൂക്കിന്റെ അവിടെ പാടുണ്ട്, നിന്റെ കണ്ണിന്റെ ഭാഗത്ത് കുറച്ച് തൊലി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ രോമം ഉണ്ടായിട്ടില്ല, അവിടെ സ്റ്റിച്ച് ഇട്ടതാണ്, അതുകൂടി കൂടിയതാ നീ. നിന്റെ തലയിൽ രോമല്ലേ, തലയിൽ രോമല്ലെങ്കിൽ സാരമില്ല, അതും കൂടി കൂടിയതാ നീ. നീ എന്തിനാണ് മറച്ചു വെക്കുന്നത്? നീ നിന്നെ നോക്ക്, നീ നിന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണാടിയിലൂടെ നോക്കണം. ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് എനിക്ക് എന്നെ കാണാനായിട്ട് പറ്റുക, ഞാൻ എന്നെ തിരിച്ചറിയുക. അവിടെ വീണ്ടും നമ്മുടെ ബിഗ് ബുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ 59ാമത്തെ പേജിൽ പറയാറുണ്ട്, സ്വന്തം ഇച്ഛ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല എന്ന ബോധ്യം എനിക്കുണ്ടാവണം. എൻ്റെ തന്നെ ഇച്ഛ. അവിടെയാണ് ഈ പ്രശ്നം, മദ്യമൊക്കെ കടന്നു വരുന്നതിൻ്റെ പ്രധാന പോയിന്റ് എന്താ പറയുക, ഞാനൊരു കാര്യം വിചാരിച്ചാൽ അത് നടത്തണം പറഞ്ഞിറങ്ങുന്ന സ്വഭാവമാണ് എന്നൊക്കെ എങ്ങനെ പറയുമായിരുന്നു. പലപ്പോഴും കേട്ടില്ലേ, ഞാനങ്ങോട്ട് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും ഈ ഒരു സ്വഭാവം. അങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ട് നമുക്ക് അബദ്ധം ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മുടെ വൈകാരികതയൊക്കെ അങ്ങ് മുറ്റി ആകെ പ്രശ്നമാവും, നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മുടെ ആ പരിപാടി വിചാരിച്ച പോലെ നടന്നാലും ഓക്കെയാണ്, എപ്പോഴും അങ്ങനെ നടക്കില്ലല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. അപ്പം അതാണ് സ്വന്തം ഇച്ഛ. ഞാൻ ആഗ്രഹിച്ച് തന്നെ നടത്തണം എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ജീവിതം എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന ബോധ്യം ഉണ്ടായിരിക്കണം, അതിലേക്ക് ഉറപ്പിക്കണം. അല്ലാതെ നീ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞ് നിൽക്കാൻ എളുപ്പമാണ്. ഇന്ന് മഴ ഉണ്ടായില്ല, അതുകൊണ്ട് ബർത്ത്ഡേ ഫംഗ്ഷനിൽ പന്തലിട്ടില്ല, നടത്തി തന്നു എന്ന് പറയുന്ന പോലെയല്ല. പന്തലിടാതിരുന്നത് എൻ്റെ കുഴപ്പമാണ്, മഴ പെയ്തപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ വരികയും വന്ന ആൾക്കാർ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പം കൊണ്ടാ, പന്തലിടേണ്ടതായിരുന്നു എന്ന തിരിച്ചറിവാണ് അവിടുന്ന് കിട്ടുന്നത്. ഞാൻ വിചാരിച്ചതിന് മാത്രം ആ ഇച്ഛ ഉപയോഗിക്കുന്ന പരിപാടി ഒന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ ഞാനൊരു സെൽഫ് സെൻറ്റേർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല സ്വാർത്ഥപരമായ രീതിയല്ല, എനിക്കും പ്രയോജനമില്ല മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്ത സെൽഫ് സെൻറ്റേർഡ്നെസ് ആണ് ഞാനെന്ന മദ്യാസക്തനുള്ളത്. കാരണം ഇത്രയൊക്കെ സെൽഫിഷ് ആവുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവും അയാൾക്ക്, ഇതതില്ല. പലപ്പോഴും ഈ അമിതമായ സ്വാർത്ഥത എന്ന് പറയുന്നത് മനുഷ്യന് നമ്മൾ ഈ പറയുന്ന സെൽഫ് ലവുമായിട്ട് ബന്ധമുള്ള സാധനമല്ല. അത് പലപ്പോഴും അയാൾക്കും മറ്റുള്ളവർക്കും ദോഷം ഉണ്ടാവുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്നത് മാത്രമാണ് നമുക്ക് സുഖം തരിക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് നമുക്ക് മാത്രം സുഖം കിട്ടുമെന്നുള്ളത്. ആ സെൽഫ് സെൻറ്റേർഡ്നെസ് ആയിട്ടുള്ള സ്വഭാവം, അതിൻ്റെ കൂടെയുള്ളത് എന്താണ്, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗം എന്നുള്ള ഭാഗമുണ്ട്. പലപ്പോഴും നമ്മുടെ മകനോടൊക്കെ ഞങ്ങൾ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയും, പിന്നെ ഈ ചിക്കൻ്റെ പീസിൽ ഈ ചിക്കൻ്റെ കഴുത്ത് അടക്കമുള്ള ചില ഭാഗങ്ങൾ ഇവൻ കഴിക്കില്ല. അപ്പം ഞാൻ തമാശയ്ക്ക് പറയുന്നു, ഈ കോഴിക്കാൽ ആർക്കും തരില്ല, പക്ഷെ നീ ചിക്കൻ്റെ ഈ പീസ് എന്തിനാ തരുന്നതെന്ന് അവനോട് ചോദിക്കാറുണ്ട്. അത് അച്ഛൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ. അപ്പം അത് ഈ നമുക്ക് പറ്റാത്ത സാധനം ഒഴിവാക്കൽ ആയിട്ടുള്ള, നമ്മൾ പറയാറില്ല ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റിക്കർ ചാരിറ്റിക്കാരെ കുറിച്ചൊക്കെ പറയാം, അതൊക്കെ പുറത്തെ വിഷയങ്ങളാണ്, ഞാൻ പറയുന്നില്ല. മറ്റുള്ളവർ ചെയ്തതിൻ്റെ പേരെടുക്കാൻ നടക്കുന്ന ആ സ്വഭാവം അതല്ലായിരുന്നു ഇവിടെ. സെൽഫ് സെൻറ്റേർഡ്നെസ്സും ഈഗോ സെൻട്രിക്കുമായിട്ട് മാറുകയാണ്. സെൽഫ് സെൻറ്റേർഡ്നെസ്സിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്നെ മാത്രം ആശ്രയിച്ച് ഈ പ്രപഞ്ചവും ഈ ഭൂമിയൊക്കെ എന്നെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഓടുന്നത് എന്നുള്ള, ഞാൻ എന്നെ പരിഗണിച്ചാൽ മതി, എൻ്റെ കാര്യം നടക്കണം, മറ്റുള്ളവർ എന്തായി ഏതായി എന്നറിയണ്ട, മീറ്റിങ്ങിലൊക്കെ പറയണം, അതേ സ്വഭാവം. മറ്റൊരാളെ എനിക്ക് പരിഗണിക്കേണ്ട, ഞാനെന്ന വ്യക്തി പ്രധാനമാണ് എന്ന രീതിയിലുള്ള പരിപാടി. അതിൻ്റെ ഒപ്പം എന്താ ഉണ്ടാവുക, അപ്പോൾ ഈഗോ സെൻട്രിക് ആണേ.
നിസാര കാര്യങ്ങൾ എന്നെ കളി തുള്ളിക്കും, എന്നെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. ഭയങ്കര പ്രശ്നമായി. എൻ്റെ വയസ്സ്, എൻ്റെ ഏലത് അല്ലെങ്കിൽ അത്, ഞാൻ പുറത്തെ കമ്പനിയിൽ മാനേജറാണ്, എൻ്റെ കുലം മഹിമ പലതും കടന്നു വരും ഈഗോ സെൻട്രിക് ആയി വരുമ്പോൾ. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഭാര്യയുടെ പെരുമാറ്റം, അതേപോലെ അവരുടെ വർത്തമാനം, ചിന്തകൾ, അവർ എവിടേക്കെങ്കിലും പോകുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങി വരണം, ഭയങ്കര ദേഷ്യം വരുത്തുക, എന്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഇറങ്ങണ പോലെ അവരിറങ്ങണം, അവർക്ക് മേക്കപ്പ് ഉണ്ടെന്നോ അവരുടേതായ കാര്യങ്ങൾ ഉണ്ടെന്നോ ഇതൊന്നും ചിന്തയില്ല. നമ്മൾ ഭയങ്കര അസ്വസ്ഥരാകും, നമ്മൾ അവരെ ചീത്ത പറയും. കാരണം വേറെ ആൾക്കാർ, നമ്മൾ ഒതുങ്ങി അതിനൊപ്പം മറ്റുള്ളവർ വന്നോളണം, നമ്മൾ രാജാവാണ്. ഈ ഒരു സ്വഭാവം നമുക്ക് കടന്നു വരും. സുഹൃത്തുക്കളുടെ ഇടയിലും അതേപോലെയാണ്. സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ മാറില്ല. മക്കളുടെ പെരുമാറ്റം മാറ്റം ഉണ്ടാവണം, നമ്മൾ മാറില്ല. ഇതെല്ലാ സ്ഥലത്തും, കൂട്ടുകാർ, ഓഫീസിൽ എന്ന് വേണ്ട, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഈ സ്വഭാവം എനിക്ക് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അറിയില്ല, സെൽഫ് സെന്റേർഡ് ഈഗോ സെൻട്രിക് വന്ന് ഞാൻ എന്ത് പറയും, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. ഇതെല്ലാം പേജ് 61 പറയുന്ന പോലെ എൻ്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളായിട്ട് ഞാൻ മാറി. ഞാൻ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളായി, സ്വയം സഹതാപത്തിലേക്കായി. എനിക്ക് മാത്രം എന്താ അങ്ങനെ, ആൾക്കാരൊക്കെ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള ആ കുഴപ്പങ്ങൾ കടന്നു വന്നു. ഓരോ കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ ഭിത്തിയായ ധാരണകൾ എന്നെ നയിച്ചുകൊണ്ടിരുന്നു. ഇതിങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും. ഞാനിങ്ങനെ ഊഹിച്ച് വിചാരിക്കുകയാണ്, അവരിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും, ഇവരിത് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ സാങ്കല്പിക ലോകത്തിൽ, നമ്മൾ പറയാറുണ്ട്, ഈ സംശയ രോഗത്തിന്റെ ഒരു പ്രധാന സംഭവമാണ് മറ്റുള്ളവർ ഇങ്ങനെ ചിന്തിക്കും, അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സ്വയം ഉണ്ടാക്കണം, മിഥ്യയായ ധാരണയാണ്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചുണ്ടാക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ഭയം കടന്നു വരും. നമ്മൾ ഈ സ്വഭാവം കൊണ്ട് ഭയങ്കര ഭയമായിരിക്കും. ഓരോ കാര്യങ്ങളിൽ ഭയം, എന്താ ഉണ്ടാവുക. വീണ്ടും നമ്മൾ ഭാഗ്യാന്വേഷണങ്ങളിലേക്ക് നീക്കുകയാണ്. കുറെ കൂടിയൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിലാക്കാൻ നമ്മുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ, കുറച്ചുകൂടിയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ചില സമയത്തൊക്കെ നല്ലവനായിട്ട് പ്രവർത്തിക്കാൻ നോക്കുക. പലതും നടത്തും, ഒന്നും ഉണ്ടാവില്ല. ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 61 ആളുകൾ തിരിച്ചടിക്കും. പണ്ടെപ്പോഴോ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അത് നിങ്ങളെ ദ്രോഹിക്കപ്പെടാവുന്ന നിലയിലെത്തിയിട്ടുണ്ടെന്നും നമ്മളറിയില്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മളറിയില്ല, ഇത് എന്തിനാ അവരിങ്ങനെ നമ്മളെങ്ങനെ ദ്രോഹിക്കുന്നത്. നമ്മളിങ്ങനെ പരാതി പറയും മറ്റുള്ളവരെ കുറിച്ച്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണ്? നമ്മുടെ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മാറണം. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് കടന്നു വരികയാണ്. സ്വാർത്ഥത ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ്, അത് കളയണം എന്ന് പറയുന്നു. അങ്ങനെ സ്വാർത്ഥത കളയുമ്പോഴാണ് നമ്മൾ അവനവനെ സ്നേഹിക്കാനായിട്ട് പറ്റുക എന്നും പറയുകയാണ്. അപ്പൊ എങ്ങനെയാ ഇത്, ഈ ഒരു വൈരുദ്ധ്യങ്ങളെ നമ്മൾ കൊണ്ടുവരിക? നമ്മൾ പറഞ്ഞു, നമ്മൾ മാറാൻ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ പ്രോഗ്രാം പറയുന്ന പോലെ, ഞാൻ എൻ്റെ സ്വാർത്ഥതയെ തിരിച്ചറിയാം. ആ സ്വാർത്ഥതയെ ഞാൻ തിരിച്ചറിയുന്നതിലൂടെ എൻ്റെ കുഴപ്പങ്ങളും എൻ്റെ കുറവുകളും അറിയുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാനും, ഞാൻ എന്ന വ്യക്തി എന്താണെന്നറിഞ്ഞിട്ട് അതിലൂടെ മാത്രമാണ് സ്വാർത്ഥകമായ ഒരു ജീവിതം നയിക്കുക എന്ന് പറയാറുണ്ട്. ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചുമുള്ള ഭയം ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവണം. അങ്ങനെ എന്നിൽ തന്നെയുള്ള ശ്രദ്ധാ കേന്ദ്രീകരണം കുറയ്ക്കുക. അവിടെയാണ് സെൽഫ് ലവിന്റെ പലപ്പോഴും തെറ്റിദ്ധാരണ വരുന്നത്. ആൾക്കാർ നമ്മുടെ പ്രോഗ്രാമിലല്ലാതെ പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഈ എനിക്കായിട്ട് അതൊക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കേണ്ട കാര്യമുണ്ട്. എന്നാലും നമുക്കായിട്ട് സമയം കൊടുക്കാനും, ആ അവസാനത്തെ പോയിന്റിൽ ഞാനത് വരുന്നുണ്ട്, നമുക്കിത് പറ്റുള്ളൂ. നമ്മൾ തിരിച്ചറിയില്ല. സ്വാർത്ഥതയാണ് അവനവനെ സ്നേഹിക്കുക, നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ സ്വാർത്ഥതയെ തിരിച്ചറിഞ്ഞ് നമ്മൾ കണ്ടെത്തുമ്പോഴേ നമുക്ക് അവനവനെ സ്നേഹിക്കാനും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാറാനും പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മുടെ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചുമുള്ള ഭയമില്ലാത്ത ജീവിതമായിരിക്കും. അപ്പൊ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കുക എന്നത് എന്താണ്? ആ എന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം ഞാൻ കുറയ്ക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും കുടി നിർത്തുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ഇവിടെ ത്യാഗത്തിന്റെ കഥകളൊന്നുമില്ല. ഞാൻ മീറ്റിംഗ് നടത്തി, ഞാൻ മറ്റു പരിപാടിക്ക് നിന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ മീറ്റിംഗ് വേണമെങ്കിൽ മതി എനിക്ക്.
ഞാൻ എൻ്റെ സമയം മെനക്കെടുത്തി പറയുന്നതിലൂടെ എനിക്ക് പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ എന്ത് വേണം, മറ്റുള്ളവരെയും പരിഗണന പരിശോധിക്കണ്ട. അല്ലാണ്ട് ഞാൻ എനിക്ക് പ്രയോജനം ഉണ്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പറയാൻ വരുന്നത്, അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചുമര് നോക്കിയപ്പോൾ ഷെയർ ചെയ്താൽ പോരെ. ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ കോൺട്രവേഴ്സി. ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് കയറി പറയുക എന്നുള്ളതല്ല, അതും ഇതിന്റെ പ്രധാന ഭാഗമാണ്. എന്തെങ്കിലും കയറി പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ആൾക്കാരെ ഇങ്ങനെ മറപ്പിച്ചിട്ട് ഇങ്ങനെ വെറുപ്പിച്ചിരുന്ന പരിപാടി നടത്തുന്നതിന് അർത്ഥമില്ല. അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ ചെയ്യുന്നതിന്റെ കണക്കുകൾ പറയാതിരിക്കുക, ന്യായീകരണങ്ങൾ പറയാതെ തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. അവ മാറാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രം, ഞാനാണ് ഇതിന്റെ എല്ലാ നിയന്ത്രകൻ, ഞാനാ ഇത് കൊണ്ടടക്കണമെന്നുള്ളത് മാറ്റണം. എനിക്ക് വേണ്ടി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള ബോധ്യം. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. വീട്ടിലാണെങ്കിൽ ഭാര്യയും മക്കളും ഉണ്ട്, സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരുണ്ട്, എല്ലാം കൂടി കൂടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്, ഷെയറിംഗ് മീറ്റിങ്ങിൽ പോയിട്ട് പങ്കെടുക്കുന്നു. 10 പേരുണ്ട് അവിടെ മീറ്റിങ്ങിൽ. എനിക്ക് 90 മിനിറ്റാണ് സമയം മീറ്റിംഗ് ഉണ്ടാവും, 1.5 മണിക്കൂറുള്ള മീറ്റിംഗ്. ആ 90 മിനിറ്റിൽ 90 മിനിറ്റ് ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ അതിൽ കാര്യക്രമം കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പൊ അതിൽ ചില ആൾക്കാർ XY എന്ന് പറയുന്ന ആൾക്കാർ അധികം സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ 8ഉം അവരുടെ 2 കൂടി അവർ ഈ 2 മിനിറ്റ് എടുക്കുകയാണ്. 12, 8, 20 മിനിറ്റ് ഞാൻ സംസാരിക്കലല്ല സെൽഫിഷ് പ്രോഗ്രാം. ഞാൻ ചെയ്യേണ്ട എന്താണ്, എനിക്ക് അനുവദിക്കപ്പെട്ട 8 മിനിറ്റ് വേണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ മതി. കാരണം മറ്റുള്ളവരുണ്ട്, മറ്റുള്ളവർ എന്ത് ചെയ്യും, അയ്യോ മീറ്റിംഗ് നടന്നു പോയില്ലേ, ഞാൻ അങ്ങനെ അതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ പറയുമ്പോൾ ചെയ്യാം, ഞാൻ തയ്യാറാ. ആ 8 മിനിറ്റ് എടുത്തിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറായോ, അവിടെയാണ് മറ്റുള്ളവരോടുള്ള പരിഗണന നമ്മൾ തയ്യാറാ. അതേപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വീണ്ടും വരും. പിന്നെ നമ്മൾ മീറ്റിങ്ങിൽ എൻ്റെ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവുക, സെൽഫിഷ് പ്രോഗ്രാം, എനിക്കത് കേൾക്കാൻ വയ്യ. എന്നിട്ട് കുറേ ന്യായങ്ങളൊക്കെ പറയാൻ പറ്റും, ഫോൺ വരുന്നുണ്ട്, അതുവരെ ഫോൺ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മീറ്റിംഗ് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഷെയറിങ് ഒഴിച്ച് ബാക്കി സമയങ്ങളിൽ പേരിന് ID ഇട്ട് വേറെ ആക്ടിവിറ്റികൾ ചെയ്യാം. അതേപോലെ ഫിസിക്കൽ മീറ്റിങ്ങിലാവുമ്പോൾ ആൾക്കാരവിടെ ഷെയർ ചെയ്യുന്നതൊന്നും കേൾക്കാണ്ട് അവിടെ നിന്ന് സംസാരിക്കുക, ഉറക്കെ പോയിട്ട് പുറത്ത് നിന്നിട്ട് ഫോണിൽ സംസാരിക്കുക. എൻ്റെ ഷെയറിങ് എല്ലാവരും കേൾക്കണം, അതിലാരും മിണ്ടരുത്. അത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിക്കാതെ ഫോണിൽ കൂടെ സംസാരിക്കുക. ഇതാണോ സെൽഫിഷ് പ്രോഗ്രാം? ഞാനവിടെ എൻ്റെ ഫോൺ സൈലന്റിൽ വെക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. ആ 1.5 മണിക്കൂറെങ്കിലും ഞാൻ മിണ്ടാതിരിക്കാൻ, ഭൂകമ്പമൊന്നും സംഭവിക്കാനില്ല, അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മതി എന്ന് എനിക്ക് പറ്റുമോ? കാരണം മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ മീറ്റിങ്ങിന്റെ അച്ചടക്കം ഉണ്ടാവും. ഞാൻ ആ മീറ്റിങ്ങിൽ എന്താ പറയണ്ട, എന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം ഒഴിവാക്കുന്ന ഏകയെന്ന് തുടങ്ങണം എന്ന് പറയുന്നതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അവിടെ ഞാൻ എൻ്റെ ESH പറഞ്ഞാൽ മതി, എൻ്റെ അനുഭവം, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാമിലൂടെ നോക്കിക്കാണുന്നത്. എൻ്റെ ഡൊമൈനിങ് നിർത്തുക, മറ്റുള്ളവരെ പുതിയ ആൾക്കാരെയൊക്കെ പഠിപ്പിക്കാനുള്ള ശ്രമം നിർത്തുക. ഞാൻ ക്രോസ് ഷെയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയാതിരിക്കുക. അവരെന്തോ പറഞ്ഞോട്ടെ, ഞാൻ ആ മാറ്റത്തിന് തയ്യാറായെന്നാണ് എന്നോട് തന്നിൽ തന്നെ ശ്രദ്ധ. ഈഗോ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് മറുപടി പറയാൻ തോന്നുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മീറ്റിങ്ങിന്റെ സുഖകരമായ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീറ്റിംഗ് വേണം, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത്തരത്തിലേക്ക് തയ്യാറാകുമ്പോൾ, ഞാൻ ചെറിയ അച്ചടക്കം പാലിക്കാൻ ഞാൻ തയ്യാറാകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഞാൻ എന്നോട് സ്നേഹം കാണിക്കുക. എന്താ, നമ്മൾ ഈ പുറപ്പ് പറയണ്ട, നമ്മൾ മറ്റുള്ളവരോട് കച്ചറ ഉണ്ടാക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വ്യക്തിത്വം ഇല്ലാണ്ടേയോ. നമ്മളെ ഈ പൂച്ചേനെ കുറിച്ച് വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കാറുണ്ട്. പൂച്ചസാർ എന്നൊക്കെ പറഞ്ഞിട്ട് മൂർഖനെ പൂച്ചസാർ അടിച്ചിട്ടു എന്ന് പറയുന്നത്. പൂച്ചസാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ പൂച്ചസാർ പോയിട്ട് മൂർഖന്റെ അടുത്ത് കളിക്കണേ. മൂർഖന്റെ കടി കൊണ്ടാ പൂച്ചസാർക്ക് പണി കിട്ടും. ഇപ്പോൾ എവല്യൂഷനിൽ പറയണത്, ഭീതിയുള്ള ആളുകൾ, ഭയം മനുഷ്യന് അത്യാവശ്യം. ഭയം ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് എന്താണ്, KSRTC ബസ്സിനെ കട വെക്കുക, മറ്റുള്ളവരെ പോയിട്ട് തല്ലുക, ഇതൊന്നും ചെയ്യും. ഇതിൽ ചെയ്യാത്തവൻ എന്താണ്, നമ്മൾ കച്ചറ ഉണ്ടാക്കില്ല, ആണത്തം കാണിക്കലല്ല നമ്മുടെ പരിപാടി. നമ്മൾ വലുതാണെന്ന് കാണിക്കല്ല. ബുദ്ധിയുള്ളവൻ അവിടുന്ന് വിട്ടുപോകും. നമുക്കത് മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ പ്രോഗ്രാമിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ നിലനിൽപ്പിനാ. അല്ലാണ്ട് ഭയന്നിട്ട് വിട്ടുപോകുന്നത് നമ്മളെ വിളിച്ചു പറയല്ല. അതല്ലാതെ അവനെ വേണ്ട, എനിക്കറിയാം, ശരി, സോറി കേട്ടോ, ഇന്ന് ഒരു സോറി പറയുന്നതിലൂടെ ആ ഒരു മാറ്റത്തിന് ഞാൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. എനിക്ക് പറ്റാത്ത സ്ഥലത്ത് നിന്ന് ഞാൻ മാറിപ്പോവാണ്. എന്തിനാ വെറുതെ? അത് ബുദ്ധിയാണ്. കാരണം അതെന്താ ഉണ്ടാവുക, ആ പ്രശ്നം ഉണ്ടായി ആര് ജയിച്ചു ഇല്ല എന്നല്ല, എൻ്റെ അസ്വസ്ഥതയും എൻ്റെ കുഴപ്പങ്ങളും എനിക്ക് ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവ്. സെൽഫ് ലവ് ആണ്. ഞാൻ എന്നെ സ്നേഹിച്ചാൽ വെറുതെ കച്ചറ ഉണ്ടാക്കാൻ പോവില്ല, ഞാൻ തല്ലുണ്ടാക്കില്ല അവിടെ.
മാറ്റം ഉണ്ടാവും. കാരണം പുതിയ ജീവിത രീതിയായി എന്ന് പറയുന്നത്. അല്ലാണ്ട് തെറിക്കുത്തരം മുറിപ്പത്തരം എന്ന് പറഞ്ഞാൽ തിരിച്ച് തെറി വിളിക്കല്ല. അതൊക്കെ എളുപ്പം കഴിയുന്നേ. അതൊക്കെ എൻ്റെ പഴയ സ്വഭാവമാണ്. ആരെങ്കിലും ആയോ എന്തെങ്കിലും ആയോ പോരാടുന്ന പതിവ് നിർത്തി. ബിഗ് ബുക്കിന്റെ 83-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, മദ്യത്തോട് പോലും ഞങ്ങൾ പോരാട്ടം നിർത്തി എന്ന് പറയേണ്ട ആ മനോഭാവത്തിലേക്ക് ഞാൻ മാറേണ്ടതുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് മാറും എൻ്റെ മാറ്റം. അവിടെയാണ് ഞാൻ എന്നെ സ്നേഹിച്ചാലാണ് എനിക്ക് പറ്റുക. അവിടെ ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് വരുന്നത് അങ്ങനെയാണ്. ആഫ്റ്റർ മീറ്റിംഗിൽ ഉണ്ടാവുന്ന അച്ചടക്കം, അവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം, മറ്റുള്ളവരെ കളിയാക്കാണ്ട്. എന്നെ മറ്റുള്ളവർ കളിയാക്കി എനിക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ് ഞാൻ മറ്റുള്ളവരെ കളിയാക്കണോ, മറ്റുള്ളവരെ പരിഹസിക്കണോ എന്നുള്ളത്. അവരുടെ ഷെയറിങ്ങിനെ കുറിച്ച് ആഫ്റ്റർ മീറ്റിംഗിൽ സംസാരിക്കണോ? ഷെയറിങ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് അവിടെ വിട്ടോളാനാ പറഞ്ഞത്. ആവശ്യമുള്ളത് എടുത്തു പോവാ. ഷെയറിങ് പാരും പറഞ്ഞിട്ട് അയാളെ പരിഹസിക്കാനോ അയാളോട് ചോദിക്കാനോ നിൽക്കരുത്. ആഫ്റ്റർ മീറ്റിംഗിൽ അന്നത്തെ മീറ്റിംഗിലെ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യരുത്, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കരുത്. അപ്പൊ അതൊക്കെ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. വേറൊരാളോട് പ്രശ്നമില്ലാതിരിക്കാൻ, അവരെന്നോട് ചെയ്യാതിരിക്കാൻ. അതുകൊണ്ടാണ് സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ വ്യക്തിത്വം മാനേജ് ചെയ്യുക, ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ കീപ്പ് ചെയ്യുക, തുറന്ന് ഇടപെടുക മറ്റു മനുഷ്യരുമായിട്ട്, കപടതകളില്ലാതെ മറ്റു മനുഷ്യരുമായിട്ട് ഇടപെടുക, ആവശ്യത്തെ തെറി പറഞ്ഞുകൊണ്ട് സംസാരിക്കുക, അവരെ കളിയാക്കുക, ഒക്കെ കുഴപ്പമുണ്ടാക്കും. ഇതൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇപ്പോഴും ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ പ്രോഗ്രാം, ഇതിനെ ഞാൻ ഉപയോഗിച്ചോ എന്ന ചോദ്യം പ്രവർത്തിക്കുന്ന വിശ്വാസത്തിലേക്ക് വന്നോ. അങ്ങനെ ആകുമ്പോഴാണ് നിസ്സാരമായ കള്ളമൊരുക്കലുകളിൽ നിങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടവനായി നിങ്ങൾ മാറും എന്ന് പറഞ്ഞാൽ, ഞാനാണ് ഇതെല്ലാം നടത്തുന്ന ദൈവം കളി പതുക്കെ കുറഞ്ഞുകൊണ്ട് അവിടെ ഇന്നിനെ കുറിച്ചും നാളെയെ കുറിച്ചുമുള്ള ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയുന്നത് അവിടെയാണ്. നമ്മുടെ വാഗ്ദാനങ്ങൾ പറയേണ്ടത് അപ്പോഴേ നമുക്ക് വിട്ടുപോകുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടാവും. നമ്മളൊരാളെ പറയുമ്പോൾ നാളെ അവൻ എന്താ പറയുക, ഇവൻ എന്താ പറയുക എന്നുള്ളത് ഉണ്ടാവും. നിസാരമായ നമ്മുടെ ഈഗോ ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ കഴിഞ്ഞ ജീവിതത്തെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത അവിടെ കടന്നു വരുന്നുണ്ട്. ഒരു കണക്കെടുപ്പ് വന്നു. അതെല്ലാം മേയുടെ പ്രോഗ്രാമിൽ 4-ാമത്തെ പടിയിൽ 4-ാമത്തെ കോളത്തിലൂടെയാണ്. സാഹചര്യങ്ങളും ആളുകളും കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ ഞാൻ മറ്റുള്ളവരുടെ കുഴപ്പങ്ങളുടെ പട്ടിക ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ആളുകൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ പട്ടികനെ സംസ്കരിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു, പരിപാടി കഴിഞ്ഞു. പകരം എന്താ ചെയ്ത്? പുതിയ ലിസ്റ്റ് എടുത്തു, എന്നേക്കുമായിട്ട് എൻ്റെ സ്വഭാവം തിരിച്ചറിയാനായിട്ട്. അത് ഞാൻ ഉപദ്രവിച്ച ആൾക്കാരുടെ പട്ടികയാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ എടുത്തു വെച്ചു, ഞാൻ എൻ്റെ അപാകതകളെ എടുത്തു വെച്ചു. അതെല്ലാം എടുത്തു വെച്ചിട്ട് മാറ്റാൻ തയ്യാറാവുമ്പോൾ എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് കൂടിയതാ ഞാൻ. ഇത് മറച്ചു വെച്ചിട്ട് ഞാൻ കുടി നിർത്തിയ ഏലാണ്, ഗംഭീരമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ എൻ്റെ ഒപ്പം ഉണ്ട്. ഇതിലൊക്കെ മാറ്റം വരുത്താനുള്ള തയ്യാറെടുപ്പുകളാണ് പടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരോഗതി തന്നെയാണ്. എത്രത്തോളം പുരോഗതി അത് ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. എൻ്റെ അപാകതകളും സ്വഭാവ ദൂഷ്യങ്ങളും മാറ്റണം. അപ്പോഴേ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. കാരണം അതുകൂടി അടങ്ങിയതാ ഞാൻ. വളരെ കൃത്യമായിട്ട് തന്നെ പതുക്കെ മാറ്റത്തിനുള്ള തയ്യാറാവൽ, ചർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, വേറെ ആളോട് തുറന്നു പറച്ചിൽ പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ഈ പൊങ്ങച്ചം മാത്രം മറ്റുള്ളവരോട് കുടിക്കുമ്പോൾ പറഞ്ഞ ശീലം. ഇവിടെ എൻ്റെ കുറവുകൾ പറയാനുള്ള തയ്യാറെടുപ്പ് വരുന്നു. എല്ലാം മീറ്റിംഗിൽ പറയാൻ പറ്റില്ല. പതുക്കെയുള്ള മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് വന്നു. അപ്പൊ അവിടെ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. എൻ്റെ കുഴപ്പങ്ങളോട് കൂടി എന്നെ അറിയാൻ പറ്റും. അതിലൂടെ എന്താ ഉണ്ടാവുന്നത്? ഞാൻ എൻ്റെ കുറവുകളും എൻ്റെ ഗുണങ്ങളും എനിക്ക് വെളിപ്പെട്ട് വരുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ലോകത്തിനെ കാണാൻ പറ്റും. അവർ കൂടി ചേർന്നതാണ് ഞാൻ എന്ന ബോധ്യം വരും. അതിലെ മനുഷ്യരെ അവരെ അംഗീകരിക്കുക, മറ്റുള്ള മനുഷ്യരെ അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കടന്നു വരാൻ പ്രോഗ്രാം സഹായിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ആകുമ്പോൾ അവനവനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും ചില പോയിന്റുകൾ ഞാൻ എഴുതിയിട്ട് ഇവിടെ നിർത്താം. അതിന് ഏറ്റവും പ്രധാനം ഞാൻ എന്നെ പരിഗണിക്കുക എന്നതാണ്. അപ്പോൾ ആ എന്നെ ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ എന്നിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ പുരോഗതി നേരത്തെ പറഞ്ഞ രീതിയിൽ എനിക്ക് പട്ടികയിൽ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കുറവുകളും എൻ്റെ കുഴപ്പങ്ങളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറാവലാണ് എന്നെ പരിഗണിക്കൽ. അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്നെ മാറിയോ, അല്ലെങ്കിൽ അയ്യോ അയാൾക്ക് മാറിയോ ഇയാൾക്ക് മാറിയോ എന്നല്ല, എനിക്ക് മാറ്റമുണ്ടോ, പുരോഗതി ഉണ്ടോ എന്ന നോക്കല്. അപ്പൊ എന്താണ്? ഞാൻ ആ പരിഗണന, ഞാൻ എന്നെ പരിഗണിക്കുകയാണ്. എൻ്റെ കുറവുകളോടുകൂടി ഞാൻ എന്നെ പരിഗണിച്ചാൽ എനിക്ക് കിട്ടുന്ന ഗുണം
മറ്റുള്ള ആളുകളെയും കൂടി എനിക്ക് പരിഗണിക്കാൻ പറ്റും. അതേപോലെ അവരും ഇതേപോലെ തന്നെയാണല്ലോ, കുറേ കുറവുകളൊക്കെ കൂടിയിട്ട് തന്നെയാണ് എൻ്റെ ഒപ്പമുള്ള ആളുകൾ എല്ലാവരും. ആരൊക്കെയാണ്? സമൂഹം ആയിക്കോട്ടെ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏല അംഗങ്ങളായിക്കോട്ടെ, എല്ലാം അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, എൻ്റെ പുരോഗതി. ആ പുരോഗതി ഞാൻ വേറെ ആരുമായിട്ടും ഒരു വാർപ്പ് മാതൃകയായിട്ടും കമ്പയർ ചെയ്യേണ്ട, സ്പോൺസറുമായിട്ടും കമ്പയർ ചെയ്യേണ്ട. കാരണം സ്പോൺസറൊക്കെ വേറെ വ്യക്തിയാണ്, അയാളുടെ രീതി വേറെയാണ്, അയാളുടെ സ്വഭാവം വേറെ. അയാൾ ചിലപ്പോൾ തെറിയൊന്നും വിളിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിരന്തരമായിട്ട് കുടിക്കാത്ത സമയത്തും തെറി വിളിക്കുക, തല്ലുവിടുന്ന ആളാണ്. ഞാൻ എൻ്റെ പുരോഗതി എന്താണോ, എത്ര ചെറുതാണെങ്കിലും അതിന് ഞാൻ എന്നെ അഭിനന്ദിക്കുക, ആ ചെറിയ പുരോഗതികൾ. അപ്പൊ ഇതെന്താണ്? മറ്റുള്ള ആൾക്കാരുടെയും ചെറിയ പുരോഗതികളെ അഭിനന്ദിക്കാൻ പറ്റും. അല്ലാണ്ട് അവനോട് എന്തട ചങ്ങായി അനക്ക് സിഗരറ്റ് ഒന്ന് നിർത്താൻ പറ്റിയിട്ടില്ലേ? കാരണം ഞാൻ ഇപ്പൊ നിർത്തിയിട്ട് ഇന്നിപ്പോ 1 വർഷമാണ് ഇപ്പൊ ഈ പുകയിലൊക്കെ നിർത്തിയിട്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേമാതിരി രംഗത്തിന്റെ ഷെയറിങ് കേട്ടിട്ടാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. കുറെ കാലമായിട്ട് ഉപയോഗിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാനത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുമ്പോൾ. അതൊക്കെ ഈ ഞാൻ എവിടെയോ എത്തി എന്നുള്ള തോന്നലെന്നാ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ കയറിയിട്ട് ഇങ്ങനെ പറയാം. അതിന് പകരം അവനുണ്ടായ ഒരു ഗുണം അവൻ പറയുമ്പോൾ അതിനെ അഭിനന്ദിക്കുക. അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇന്നലെ ഇപ്പൊ എന്റെ ഭാര്യ തെറി വിളിച്ചു വന്ന് മീറ്റിംഗ് പറയാം, എന്തൊരു ചങ്ങായി എനിക്ക് നന്നായ, ഇതാണോ ഞാൻ പറയേണ്ടത്? അങ്ങനെയാകുമ്പോ എന്റെ കാര്യം ഞാൻ നോക്കിയാൽ മതി. ഞാൻ എന്റെ പുരോഗതി എത്ര ചെറുതാണെങ്കിലും അതിനെ അഭിനന്ദിക്കാൻ പഠിച്ചാൽ മറ്റുള്ളവർ പറയണ ഗുണങ്ങളിൽ ഞാൻ അഭിനന്ദിക്കുക. കാരണം അവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കില്ല, മറ്റാൾക്കാരും വരും. തുടക്കത്തില് 24 മണിക്കൂർ ഇതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ വലിയ കാര്യമാണ്. നമ്മൾ ഇന്നും അങ്ങനെ കണ്ടാൽ മതി. എളിമയിലേക്ക് വരെ ഏറ്റവും എളുപ്പതാ പറഞ്ഞിട്ടുള്ളത്. എത്ര ദിവസമായി, ഇത്ര വർഷമായി എന്നല്ല, 24 മണിക്കൂർ ഒന്ന് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല ആദ്യ കാലത്തൊന്നും എനിക്ക്. ആ റീഹാബ് ഒന്നും ഇല്ലെങ്കിൽ ഞാനൊന്നും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കില്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മരിച്ചു പോവായിരുന്നു. ആ ഒരു ദിവസം, ഇന്നൊരു ദിവസം ഞാൻ മദ്യപിക്കാതിരിക്കുന്നില്ലേ, ഓഹ് നന്ദി എന്ന് നമ്മൾ പറയുന്നുണ്ട് പ്രോഗ്രാമിനോട് ആള്. അതേപോലെ ഓരോ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനെ അഭിനന്ദിക്കുക. എന്തൊക്കെയാണ് ഗുണങ്ങൾ? നമ്മുടെ ഗുണങ്ങൾ അതിലാണല്ലോ. ഇപ്പം നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, ശരിയായ രീതിയിൽ ഉറക്കമുണ്ട്, എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ആരോഗ്യം അതിനെക്കുറിച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാനെന്ന വ്യക്തിയുടെ ഭർത്താവ് എന്ന നിലയിലുള്ള ചുമതലകൾ ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. മക്കളോട് ചെയ്യേണ്ട ചുമതല, അമ്മയോട് ചെയ്യേണ്ട ചുമതല, ഇതെല്ലാം കൃത്യമായിട്ടാണോ ചെയ്യുന്നത്? അത് എത്രത്തോളം പറ്റി, അതിലെന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടോ എന്നുള്ളതിനൊപ്പം തന്നെ അതിൽ അഭിനന്ദിക്കേണ്ട കുറേ ഗുണങ്ങൾ ഞാൻ ചെയ്യുന്നത്, അതിനെ അഭിനന്ദിക്കുക. അതായത് അഭിമാനബോധത്തിൽ ആ രീതിയിലല്ല, മറിച്ച് ഒരു നോർമലായിട്ട് ഇതൊക്കെ എനിക്ക് പറ്റി. കാരണം സ്വയം സഹതാപം തടയാനുള്ള എളുപ്പ വഴിയാണ് അവനവനെ പരിഗണിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. ആ പുരോഗതിയാണ് എത്രത്തോളം പറ്റി എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ന്യായീകരിക്കാതെ മധ്യാസക്തനാണെന്ന് പറഞ്ഞ് ചെയ്തു എന്നല്ല, മറിച്ച് ഞാനതിനെ സമ്മതിക്കാൻ, ആദ്യം എന്നോട് സമ്മതിക്കുക എന്നുള്ളതാണ് വേറൊരാളോട് തുറന്നു പറയുമ്പോൾ കിട്ടുന്ന ഗുണം. പല കാര്യങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ, അത് അറിയുന്ന ഒരാളോട്, കളിയാക്കില്ല എന്ന് ഉറപ്പുള്ള, ഈ കുറവുകളൊക്കെ പതുക്കെ മാറും എന്നറിയുന്ന ഒരാളോട് ഞാൻ തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പുണ്ടോ? ഒരു ദിവസത്തെ പരിപാടി എന്ന നിലയിലാണ്. ഇന്നലത്തെക്കാൾ മികച്ച രീതിയിൽ ഇന്നിങ്ങനെ മാറിയതാണ്. അങ്ങനെ പൂർണ്ണമായി മാറി എന്നോ അല്ലെങ്കിൽ അവകാശപ്പെടാനോ, വേറെ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ ഈ ഇതൊക്കെ വരുന്ന, മറ്റുള്ളവരെ പോലെ ആയോ, അല്ലെങ്കിൽ ഇത്ര ഞാൻ മാറിയില്ലേ, ഞാൻ എന്താ ഇന്നും ഇങ്ങനെ വീട്ടിലിപ്പോ ചീത്ത പറയുന്ന ഭാര്യയോടൊന്നും പറയില്ല, പഴയ പോലെ അല്ല എന്ന് എനിക്ക് കാണാൻ പറ്റുമ്പോൾ അതെനിക്ക് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പരിശോധിക്കുമ്പോൾ എൻ്റെ പുരോഗതിയിൽ ഞാൻ അഭിനന്ദിക്കും. ഇതെനിക്ക് കിട്ടുന്ന ഗുണം മറ്റുള്ളവരെ എനിക്ക് പറ്റും. ഞാൻ മറ്റുള്ളവന്റെ പാളിച്ചകൾ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അവന്റെ സിഗരറ്റ് വലിയെ കുറിച്ചോ അല്ലെങ്കിൽ അവന്റെ വേറെ കാര്യങ്ങളോ, അവൻ ഏതെങ്കിലും തരത്തിൽ വേറുള്ളവർ പറഞ്ഞിട്ട് അറിയുന്ന അവന്റെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിനെ കുറിച്ചൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവന്റെ വ്യക്തിപരമാണ്. അതൊക്കെ അവൻ മാറ്റുമോ മാറ്റാതിരിക്കുമോ അത് അവന്റെ കാര്യം. അവൻ ചെയ്യോ ചെയ്യാതിരുന്നോ നമ്മൾ മാറി, നമുക്ക് അവന്റെ ഗുണങ്ങൾ, അവൻ കുടിക്കാതിരുന്നോ അഭിനന്ദിക്കാം, അല്ലെങ്കിൽ അവൻ വേറെ വല്ല ദുശീലം ഉണ്ടോ ഒക്കെ അവന്റെ കാര്യം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അവൻ എടുക്കാൻ പറ്റും. മറ്റുള്ളവരെ അവരുടെ പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റും. ഇനി നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന അല്ലാത്ത കാര്യങ്ങൾ അതേമാതിരി വിട്ടുപോകാൻ പറ്റും. എല്ലാവരുമായിട്ടും നമുക്ക് യോജിക്കാനോ എല്ലാവരുമായിട്ടും കൂടിച്ചേരാനോ, നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് പറ്റും. കാരണം നമ്മുടെ സന്തോഷം നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ ഇതിൽ കൊണ്ടുകൊടുക്കില്ല. അയ്യോ എയുടെ പ്രോഗ്രാമിലാണ് ആത്മീയത എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇതിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം കളയുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് മുഴുകാൻ പറ്റുമെന്നാണ്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഹ്ലാദിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വായനയാണ്. മറ്റു പുസ്തകങ്ങൾ, ഒരേ പുസ്തകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എനിക്ക് വിവിധ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, അത് ഞാൻ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കാൻ, പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീട്ടിൽ മാത്രം ഇരിക്കാണ്ട് ഒരേ കാര്യം തുടർച്ചയായിട്ട് ചെയ്യില്ല. അപ്പോൾ പണി, അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ സിനിമ മാത്രം കാണും. അതിന് പകരം ഞാൻ 2 തവണയൊക്കെ ആയിട്ട് സിനിമ കാണാൻ തുടങ്ങി. അത് നിർത്തി കുറച്ചു നേരം വായിക്കും. ആ സിനിമ വൈഫൊക്കെ 7 മോണിയായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കാണുക.
അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുക, അതൊരു ലിമിറ്റാക്കി വെക്കുക. ഇനി സുഹൃത്തുക്കളെ വിളിക്കുക, സുഹൃത്തുക്കളോട് സംസാരിക്കുക, അല്ലാത്ത പുറത്തുള്ള ആൾക്കാരോട് വെറും ഇങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന പോലെയൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആ രീതിയിൽ അവരോട് കേൾക്കാൻ ശ്രമിക്കുക, അവരെ അറിയുക, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ രീതിയിൽ നിൽക്കുക, അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ആ സന്തോഷങ്ങളെ അറിയാനുള്ള ശ്രമം നടത്തുക. അതൊക്കെ എനിക്ക് സന്തോഷം കിട്ടാറുണ്ട്. വലിയ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, തൊട്ടപ്പുറത്ത് രുചി ഹോട്ടലുണ്ട്, രുചി റെസ്റ്റോറൻറ്റ്, അവിടുത്തെ മനുഷ്യരുണ്ട്, നിസാമുക്ക എന്നൊക്കെ പറയും. അവരുടെയൊക്കെ ജീവിതം, അവരൊക്കെ ആ ഒരു 12-14 മണിക്കൂർ പണിയെടുക്കുമ്പോഴും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എത്ര ലളിതമാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഓരോ മനുഷ്യരും 100 രൂപയ്ക്ക് കിട്ടുന്ന ഉത്തരാഖണ്ഡുകാരനായ ഒരു സുഹൃത്തുണ്ട് ഇവിടെ. അവന് 80 കിട്ടിയത് 100 കിട്ടിയപ്പോൾ അവൻ്റെ സന്തോഷം വളരെ നിസ്സാരമായ നാട്ടിൽ 20,000 രൂപയെ സാലറി കിട്ടുന്ന ഇവിടെ. അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. അപ്പൊ അത്തരത്തിലേക്കുള്ള ആഹ്ലാദം കണ്ടെത്തുന്ന മാർഗങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ള ബോധ്യം അവനവനെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യമായിരുന്നു എനിക്ക്. അതിങ്ങനെ നമ്മൾ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നാണ്. ഭാര്യയുമായിട്ട് ചെലവഴിക്കേണ്ട സമയങ്ങളുണ്ട്, അതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയമുണ്ട്, അവർക്ക് എത്രത്തോളം സമയം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഓരോ ഭാഗത്തുമുള്ള സമയങ്ങളെ കൃത്യമായിട്ട് കൊടുക്കാൻ. അതിന് പുറമെ നമ്മൾ ഒരു യാത്രകൾ പോവുക, അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ യാത്രകൾ പോകുമ്പോൾ അവിടെ ഒരു സൂര്യാസ്തമയം ഒരു കടലിന്റെ തീരത്തിരുന്ന് കാണുക, ആ ഭാഗങ്ങളിൽ എൻജോയ് ചെയ്യുക. അവിടെ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാണ്ട് വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കും. അതിനു പകരം അവിടെയുള്ള നിസാരമായ കാര്യങ്ങളെ ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാം മാറ്റി വെച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക. കൂട്ടുകാരുടെ ഫാമിലി ഉണ്ടായിരിക്കും, ആ ഭക്ഷണം, അവിടെ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല, അവര് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തമാശകളൊക്കെ പറഞ്ഞ് അവർ ചില തമാശകളൊക്കെ നമ്മളോട് പറയും. അപ്പം അത് തൊട്ട് കഴിഞ്ഞാൽ ഭക്ഷണം വീണ്ടും കഴിച്ചു പോകുന്നതുകൊണ്ടാണ് കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മുടേതായ രീതികളും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ യാതൊരു മാറ്റമില്ല. ആ സ്നേഹത്തെ കൃത്യമായി അറിഞ്ഞ് അഭിനയിക്കാതെ, എളിമയൊക്കെ നമ്മൾ പറയാറുണ്ട്, അതൊക്കെ സ്നേഹമാണ് എന്ന് അഭിനയിച്ചു കൊണ്ടുണ്ടായിരുന്ന കാലത്തിന് പകരം ഈ സ്നേഹമൊക്കെ യഥാർത്ഥത്തിൽ വരുന്നുണ്ട് എന്നാണ്. തമാശകൾ പറയാനും തമാശകൾ ആസ്വദിക്കാനും അവിടെ ഒന്നും ഈവ് കടന്നു വരാറില്ല. അപ്പോൾ സ്വയം ഞാൻ എന്നോട് കരുണയുള്ളവനായിട്ട് മാറുക എന്നാണ് പ്രോഗ്രാം പറഞ്ഞത്. എൻ്റെ ശരീരത്തെ കൃത്യമായ പരിരക്ഷ നടത്തുക, അതിൻ്റെ പരിശോധനകൾ നടത്തുക, കൃത്യമായ എക്സസൈസുകളും എൻ്റെ അസുഖങ്ങൾ വരെ, അതൊക്കെ എനിക്ക് ജീവിതം നിലനിൽക്കാനായിട്ട് ചെയ്യാണ്. ഒരു കെയറും ഇല്ലാതെ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള പ്രോഗ്രാമിൻ്റെ പോലെ തന്നെയാണ്. ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രോഗ്രാം മാത്രമാണ് ജീവിതത്തിൽ എനിക്ക് തുടർച്ച ആദ്യം കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ അതുവരെ ഒന്നും തുടർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ന് പ്രോഗ്രാം തുടർച്ചയായിട്ട് നടപ്പിലാവാൻ തുടങ്ങി, ഇത് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന്റെ ഭാഗമാണ്. ബാക്കി എല്ലാം കടന്നു വരാൻ തുടങ്ങുകയാണ് പിന്നീട്. എൻ്റെ ദുശീലങ്ങളെ എനിക്ക് പതുക്കെ മാറ്റാൻ പതുക്കെ പറ്റില്ല. എല്ലാവരെയും പോലെ എളുപ്പത്തിൽ മറ്റു ദുശീലങ്ങളൊന്നും എനിക്ക് മാറ്റാൻ പറ്റിയില്ല. 6-ാം പടിയിലോ കുറേ ടൈം എടുത്തു. പലരുടെയും സഹായത്തോടു കൂടി, സ്പോൺസറുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട് പലതും. അതേപോലെ എൻ്റെ ശരീരം നോക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മദ്യമില്ലാതെ എല്ലാത്തിനെയും സ്വയം ആസ്വദിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രോഗ്രാം പഠിപ്പിച്ചത്. കൃത്യമായ പരിശീലനം വേണം, അതേപോലെ സഹായം വേണം എന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ, അത് ഞാൻ എടുക്കുന്ന ശ്രമത്തെക്കാൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഞാൻ ശ്രമം എത്രത്തോളം പരിശ്രമിക്കുന്നതിനേക്കാൾ വലിയ സംഭവം എനിക്ക് കിട്ടുന്നുണ്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ടും. അതേപോലെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തുക, എന്നെ സ്നേഹിക്കുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന പ്രതിഫലം, അവിടെയാണ് അത് സ്വാർത്ഥതയായിട്ടല്ല അത് വരുന്നത്. ആ പ്രതിഫലം അത് നിസ്വാർത്ഥത. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയം ഞാൻ എന്നെ തന്നെ സ്വയരക്ഷാപരമായ പ്രവൃത്തി, ഞാനെന്ന വ്യക്തി ഉണ്ടെങ്കിലാ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ മോചനം എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യമാണ്. അതിലൂടെ ഞാൻ സ്വയം നിലനിൽക്കുകയും ആ സ്വയം നിലനിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്നതിലൂടെയാണ് എനിക്ക് എന്നെ കണ്ടെത്തി നിസ്വാർത്ഥമായിട്ട് ഒരു സന്മാർഗമായിട്ടുള്ള സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ സന്മാർഗിയായിട്ട് സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്തമുള്ളവനായിട്ട് കുടുംബത്തിന്റെ രീതിയിലും അതേപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ ജാർഖണ്ഡുകളൊന്നും ഇല്ലാതെ തന്നെ നിൽക്കാനൊക്കെ ആയിട്ടും ഈ പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശംസ കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡയറക്ടർ.